ത്രില്ലിംഗ് സ്റ്റോറീസ് ബൈ മിഥുൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മിഥുൻ. പുതിയ കഥ പൗർണമി രാവിൽ. അവതരണം മിഥുൻ മോഹൻ. ജട പിടിച്ച തലമുടി തുമ്പുകൾ വയറോളം നീണ്ടു കിടക്കുന്നു. നരച്ചു ചെമ്പിച്ച താടിയും അതുപോലെ തന്നെ. ഒറ്റ നോട്ടത്തിനത് രണ്ടും മാത്രമേ കണ്ണിൽപ്പെട്ടുള്ളൂ. ആ മുഖം ഉൾക്കൊള്ളാനുള്ള കരുത്ത് ശരീരത്തിനുണ്ടെന്ന് തോന്നുന്നില്ല. മെലിഞ്ഞുണങ്ങിയ ഒരു ശരീരം, വാർദ്ധക്യം കൊണ്ട് നട്ടല് വളഞ്ഞ് കൂനിക്കൂടിയിരിക്കുകയാണ് അദ്ദേഹം. പീഠത്തിന്റെ നാലുവശത്തും ഏതോ കാട്ടുചില്ലകൾ നാട്ടി അവയ്ക്ക് മുകളിൽ പുല്ലുകൾ പാകിയ പന്തൽ. പർണശാല ഇതാകുമോ? വിഷ്ണു ചിന്തിച്ചു. ഈ ഇരിക്കുന്ന മനുഷ്യനായിരിക്കുമോ രാമഭദ്രൻ നമ്പൂതിരിയുടെ ഗുരുഭൂതൻ? ഏതോ ധ്യാനത്തിൽ ആമഗ്നനായിരിക്കുകയാണ് അദ്ദേഹം. പത്മാസനത്തിൽ ഇളകാതെ, കണ്ണിമയെന്ന് ചലിപ്പിക്കാതെ അകലെ നിന്ന് നോക്കിയാൽ ഒരു പ്രതിമയാണെന്നേ തോന്നൂ. വിഷ്ണു ഭയഭക്തിയോടെ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ചുവടുകൾ വെച്ചു. ആളടുത്തെത്തിയിട്ടും അറിഞ്ഞതിന്റെ യാതൊരു ചലനങ്ങളും കണ്ടില്ല. നിതാന്ത നിശ്ചലമായ ഒരവസ്ഥ. വിഷ്ണു കൈകൾ കൂപ്പി ബഹുമാനം പ്രകടിപ്പിച്ചത് അദ്ദേഹം കണ്ടില്ല. അവൻ ആ മനുഷ്യന്റെ മുന്നിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തു. ഗുരുവിന്റെ പാദങ്ങൾ തൊട്ട് നെറുകയിൽ വെച്ചു. ചലനം. വൃദ്ധനയനങ്ങളുടെ ഇമകൾ അനങ്ങി. തന്റെ മുന്നിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് കിടക്കുന്ന ചെറുപ്പക്കാരനെ വൃദ്ധൻ കണ്ടു. ആ വരണ്ടുണങ്ങിയ മുഖത്തേക്ക് വല്ലാത്തൊരു ഗൗരവം പടർന്നു കയറി. സുദീർഘമായ ഒരു മൂളൽ ശബ്ദം വിഷ്ണു കേട്ടു. ഒരുപാട് അർത്ഥവ്യാപ്തിയുള്ള ഒരു മൂളൽ. അവൻ എണീറ്റ് ഒരുങ്ങി നിന്നു. വിനീത വിധേയനായി ഗുരുവിന്റെ മുഖത്തേക്ക് നോക്കി. ഒരുപാട് പരീക്ഷണങ്ങളുണ്ടായി അല്ലേ? അതെല്ലാം അതിജീവിക്കുകയും ചെയ്തു. പക്ഷേ എപ്പോഴും ഒരു ഭയം നിന്റെ മനസ്സിൽ ബാക്കി നിൽക്കുന്നു, ശരിയല്ലേ? ഏതോ ഗുഹാമുഖത്തു നിന്നുയരുന്ന ശബ്ദം പോലെ മുഴക്കമുള്ള ശബ്ദമായിരുന്നു അത്. ഉറച്ച കനമുള്ള ശബ്ദം. ആ ശബ്ദത്തിന്റെ ഉടമ ഈ മനുഷ്യനാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആരെന്ന് ചോദിച്ചില്ല, ഉദ്ദേശമെന്തെന്ന് പറഞ്ഞില്ല. എല്ലാം അറിഞ്ഞതിന് ശേഷമുള്ള ഒരു മറുപടിയായിരുന്നു ആ വാക്കുകൾ. ഒരു നിമിഷത്തേക്ക് വിഷ്ണുവിന് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. വരണ്ടുണങ്ങിയ വൃദ്ധന്റെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി. അത് പരിഹാസമാണോ? വിഷ്ണു ഭയന്നു. ഭയം മനസ്സിൽ ബാക്കി നിൽക്കുന്നത് കൊണ്ടാണ് ശത്രുക്കൾ നിന്നെ പിന്നെയും പിന്നെയും ഭയപ്പെടുത്താൻ അടുക്കുന്നത്. ഭാഗ്യത്തിന്റെ നൂലിഴയിൽ തൂങ്ങി നിന്നപ്പോഴൊക്കെ രക്ഷപ്പെട്ടെങ്കിലും അത് രക്ഷപ്പെടലല്ല. നിന്റെ പിന്നാലെ ആ ഭയം ഒരു നിഴൽ പോലെ ഇപ്പോഴുമുണ്ട്. അതെന്നുമുണ്ടാകും. ഇവിടെ നിന്ന് സർവശക്തിയും സംഭരിച്ച് തിരിച്ചു പോകാമെന്ന് നീ കരുതുന്നു അല്ലേ വിഷ്ണു? ഇത്തവണ അവൻ അന്തിച്ചു പോവുക തന്നെ ചെയ്തു. താനങ്ങോട്ട് നാവെടുത്തൊരക്ഷരം ഉരിയാടിയിട്ടില്ല. ഇദ്ദേഹം തന്റെ പേര് പോലും ഇങ്ങോട്ട് പറയുന്നു. എന്തൊരത്ഭുതം! താൻ വിഷ്ണുവാണെന്ന് ഇദ്ദേഹം എങ്ങനെ അറിഞ്ഞു? രാമഭദ്രൻ തിരുമേനിയുടെ വിശദീകരണങ്ങളിൽ നിന്ന് കേട്ട അദ്ദേഹത്തിന്റെ ഗുരുഭൂതൻ സർവജ്ഞനാണെന്നറിയാമായിരുന്നു. ഇപ്പോൾ ഈ നിമിഷത്തിൽ വിഷ്ണു അറിയുന്നു. താൻ ഇദ്ദേഹത്തെക്കുറിച്ചൊന്നും അറിയുന്നില്ല. അല്ലെങ്കിൽ അവന്റെ ചിന്തകൾക്കും അതീതമായിരുന്നു അദ്ദേഹത്തിന്റെ മഹത്വം. ഞാൻ ഇനി ഒരിക്കലും ആരെയും മന്ത്രതന്ത്രങ്ങൾ പഠിപ്പിക്കില്ലെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അവന്റെ മനസ്സ് വായിച്ചിട്ടെന്നോണം ഗുരു പറഞ്ഞു. വിഷ്ണു നടുങ്ങി. മനസ്സിൽ ഉയർത്തിക്കൊണ്ടുവന്ന ആശാസൗധം ഒരു മണൽ കൊട്ടാരം പോലെ ഇടിഞ്ഞു തകരുന്നത് അവൻ അറിഞ്ഞു. നിസ്സഹായനായി അവൻ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി. യോഗദണ്ഡിൽ നിന്നും വലതുകൈ ഉയർത്തി ഗുരു താടി തടവി. അവനെ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ചുണ്ടുകളിൽ ഏതോ നാമോച്ചാരണം ജന്മം കൊണ്ട് കഴിഞ്ഞു. അങ്ങനെ ഉപേക്ഷിച്ചാൽ ഈ വനത്തിൽ എവിടെയെങ്കിലും ജന്മമെടുക്കുകയേ എനിക്ക് നിവർത്തിയുള്ളൂ. ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം പൂർത്തീകരിക്കാനാവാതെ വന്നാൽ പിന്നെ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഞാൻ അനുഭവിച്ചിടത്തോളം വേദന തിന്ന ഒരു മനുഷ്യജീവിയും ഈ ഭൂമുഖത്തുണ്ടാവില്ല. എന്റെ മാതാപിതാക്കളും സഹോദരി സഹോദരന്മാരും പിടഞ്ഞു മരിക്കുന്നത് കാണേണ്ടി വന്നവനാണ് ഞാൻ. അതൊരു ദുർമാന്ത്രികന്റെ പ്രതികാരമായിരുന്നു. ഞാൻ ദൈവഗത്യ രക്ഷപ്പെട്ടത് അയാളോട് എന്നെങ്കിലും പകരം ചോദിക്കാനായിരുന്നു. അതിന് കഴിയുന്നില്ലെങ്കിൽ ആത്മഹത്യയാണ് ഞാൻ കാണുന്ന പോംവഴി. ആത്മഹത്യ പാപമാണെന്നറിയാം. ആത്മശാന്തി ലഭിക്കുന്നതൊന്നും ജീവിതത്തിൽ ചെയ്യാനില്ലാതെ പോയാൽ ആത്മഹത്യ ചെയ്യുന്നത് പാപമാകില്ല. എന്റെ അവസാനത്തെ ആശ്രയം അങ്ങായിരുന്നു. അത് നിഷേധിക്കപ്പെട്ടാൽ ഞാനെന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകില്ല. വിഷ്ണു കരഞ്ഞു. അവൻ ആകെ തളർന്നു കഴിഞ്ഞിരിക്കുന്നു. വിഷ്ണു വീണ്ടും വീണ്ടും അപേക്ഷിച്ചുവെങ്കിലും അദ്ദേഹം തന്റെ തീരുമാനത്തിൽ നിന്ന് ഇളകിയില്ല. പ്രതീക്ഷകളെല്ലാം തകർന്നു കഴിഞ്ഞുവോ? എന്തെല്ലാം സ്വപ്നങ്ങളുമായാണ് താനിവിടേക്ക് യാത്ര തിരിച്ചത്. എല്ലാം വെറും കിനാക്കൾ മാത്രമായി.
ഉറക്കത്തിന്റെ ഏതോ മായിക നിമിഷത്തിൽ കണ്ട സ്വപ്നം ഉറക്കത്തിൽ നിന്നുണരും വരെയേ അതിനായുസുള്ളൂ. ഗുരു എന്നെ കൈവെടിയരുത്. അവൻ ആ പാദങ്ങളിലേക്ക് വീണ്ടും വീണു. ഗുരു അതറിഞ്ഞുവെന്ന് തോന്നുന്നില്ല. വലതു കൈ യോഗദണ്ഡിലൂന്നി നിശ്ചേതനമായ അവസ്ഥയിലേക്ക് അദ്ദേഹം തിരിച്ചു പോയിരിക്കുന്നു, ഏകാഗ്രമായ ധ്യാനത്തിലേക്ക്. വനത്തിനു മുകളിൽ വെയിൽ മങ്ങി. ഇനി വേഗം സന്ധ്യ വരും. പാറക്കെട്ടിൽ നിന്ന് വിഷ്ണു ഇരുട്ടു പടർന്ന വനഭൂമിയിലേക്ക് നോക്കി. അവന്റെ കണ്ണുകളിൽ നിന്ന് നീർമുത്തുകൾ പാറപ്പുറത്ത് വീണ് ചിതറി. താൻ അടുത്തു നിൽക്കുന്നുവെന്ന കഥ തന്നെ ഗുരു മറന്നിരിക്കുന്നു. ഇനി ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. തിരിച്ചു പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടേയില്ല. പ്രതീക്ഷ പൂർത്തീകരിക്കാതെ മടങ്ങിച്ചെല്ലുന്നതിൽ അർത്ഥമില്ല. ശത്രുവിന്റെ മടയിലേക്ക് തോൽവി സമ്മതിച്ച് കയറി ചെല്ലുക. കുറുപ്പിനെ അതിജീവിക്കാൻ തനിക്ക് കഴിയുകയില്ല. ആ ഓർമ്മ അവനെ കിടിലം കൊള്ളിച്ചു. ഇനിയെന്ത്? വിഷ്ണുവിന് അതറിയില്ല. അവനൊന്നും അറിയില്ല. ആ പാറക്കെട്ടിന്റെ ഒരു ഭാഗത്തു ചെന്ന് വിഷ്ണു കിടന്നു. വിശപ്പും ദാഹവും അവൻ മറന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളും വന്യജീവികളുടെ മുരൾച്ചകളും മാത്രമായിരുന്നു അവന്റെ കൂട്ടുകാർ. പാറക്കെട്ടിന് അങ്ങേയറ്റത്ത് ഗുരു ധ്യാന നിമഗ്നനായിരിക്കുന്നത് കണ്ണീരിനിടയിലൂടെ അവൻ നോക്കിക്കണ്ടു. ജലപാനത്തിന് പോലും ഗുരു എണീക്കാറില്ല. യോഗവിദ്യകൾ കൊണ്ട് വിശപ്പും ദാഹവും അദ്ദേഹം അതിജീവിച്ചിരിക്കുന്നു. പ്രാണവായുവില്ലെങ്കിലും കുറെ നാളത്തേക്ക് അദ്ദേഹത്തിന് കുഴപ്പമുണ്ടാകില്ല. രാത്രി വന്നു, പിന്നെ പുലർന്നു, വീണ്ടും രാത്രി, പുലരി. ദിനരാത്രങ്ങൾ 3 കഴിഞ്ഞു. വിഷ്ണു പാറക്കെട്ടിൽ നിന്ന് എങ്ങും പോയില്ല. ഭക്ഷണം കഴിച്ചില്ല, ജലപാനം ചെയ്തില്ല. അവിടെ കിടന്ന് തന്റെ ജീവനൊടുക്കണമെന്നാണ് അവൻ ആഗ്രഹിച്ചത്. പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. വിഷ്ണു തികച്ചും അവശനായി. 7-ാം ദിവസം രാത്രിയിൽ തളർന്നുറങ്ങുകയായിരുന്ന വിഷ്ണുവിന്റെ സമീപത്തേക്ക് നിഴൽ പോലൊരു രൂപം അടുത്തു വന്നു. ആ രൂപം ഒട്ടുനേരം അവന്റെ തളർന്നു മങ്ങിയ മുഖത്തേക്ക് നോക്കി നിന്നു. പിന്നെ മെല്ലെ, വളരെ മെല്ലെ അവനെ വിളിച്ചുണർത്തി. കണ്ണുകൾ ബന്ധപ്പെട്ടു തുറന്നു വിഷ്ണു മുന്നിൽ നിൽക്കുന്ന നിഴൽ രൂപത്തെ നോക്കി. ഒരു നിമിഷം. വിഷ്ണു, ഒടുവിൽ നിന്റെ അപേക്ഷ സ്വീകരിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. നിന്നെ ഞാനൊരു ശിഷ്യനായി സ്വീകരിക്കുന്നു. എന്റെ ആദ്യത്തെയും അവസാനത്തെയും ശിഷ്യൻ നീയായിരിക്കട്ടെ. വിഷ്ണു ഗുരുവിന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ മനസ്സിൽ ഒട്ടേറെ സംശയങ്ങൾ ഉയർന്നു. ആദ്യത്തെയും അവസാനത്തെയും ശിഷ്യനോ? അപ്പോൾ പിന്നെ രാമഭദ്രൻ നമ്പൂതിരിയും മറ്റും? ആദ്യത്തെയും അവസാനത്തെയും എന്ന് പറഞ്ഞതല്ലേ നിനക്ക് സംശയം തോന്നിയത്? അതങ്ങനെ തന്നെയാണ്. രാമഭദ്രനും മറ്റും ഞാൻ വളരെ കുറച്ചേ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ. എനിക്ക് എന്റെ പിൻഗാമിയായി ഒരേ ഒരാൾക്ക് മുഴുവൻ മന്ത്രങ്ങളും പറഞ്ഞു കൊടുക്കാൻ അവകാശമുള്ളൂ, അധികാരമുള്ളൂ. ഞാൻ ആ മന്ത്രപഠനം പൂർത്തിയാക്കി കൊടുക്കുന്നതോടെ എന്റെ എല്ലാ സിദ്ധികളും നശിക്കും. അവസാനത്തെ മന്ത്രത്തിന്റെ അവസാനത്തെ വാക്കുച്ചരിക്കുന്ന നിമിഷം ഞാൻ മരിച്ചു വീഴും. അതാണ് വിധി. പൂർണ്ണ മന്ത്രവിധികൾ അറിയാവുന്ന ഒരേ ഒരാളെ ഭൂമുഖത്ത് ഏകകാലത്ത് ജീവിച്ചിരിക്കാവൂ. വിഷ്ണു നടുങ്ങിപ്പോയി. ഒരു ദശവത്സരത്തെ പരിശീലനം കൊണ്ട് എന്നിലുള്ള അപൂർവ സിദ്ധികൾ നിനക്ക് കരഗതമാകൂ. മന്ത്രപഠനത്തിന് ശേഷം ഈ യോഗദണ്ഡ് നീ ഏറ്റുവാങ്ങുന്നതോടെ നീ ഞാനാകും. അതോടെ ഞാനെന്ന തൊണ്ട് നശിക്കുകയും ചെയ്യും. പഠനം തുടങ്ങും മുമ്പേ നീ എനിക്ക് 2 കാര്യങ്ങളിൽ സത്യപ്രതിജ്ഞ ചെയ്യണം. 1. പഠിക്കുന്ന സന്മന്ത്രവാദം നന്മകൾക്ക് വേണ്ടിയല്ലാതെ ഒരിക്കലും ഉപയോഗിക്കരുത്. മറ്റൊന്ന്, പഠിച്ച വിദ്യ പൂർണ്ണമായും ദൈവനിയോഗപ്രകാരമുള്ള ഒരു പിൻഗാമിയെ അല്ലാതെ പഠിപ്പിക്കരുത്. അതാരാണെന്ന് അതിൻ്റെതായ കാലത്ത് നിനക്കറിയാറാവും. നീ പിൻഗാമിക്ക് മന്ത്രോപദേശം പൂർത്തിയാക്കുന്ന നിമിഷത്തിൽ തന്നെ മരണം വരിക്കും. ഗുരു, ആരെയും പഠിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? ദൈവികമായി ലഭിച്ചത് ദൈവത്തിന് തിരിച്ചു നൽകണം. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട്. മാന്ത്രികൻ ജീവിതത്തിന്റെ ഏതു പരീക്ഷണ ഘട്ടങ്ങളെയും അതിജീവിക്കണം. ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കണം. പ്രലോഭനങ്ങളിൽ മനസ്സ് വഴങ്ങരുത്. ഐഹിക ജീവിതത്തിൽ ഈശ്വരനോടല്ലാതെ മറ്റൊന്നിനോടും മാന്ത്രികന് പ്രതിബദ്ധതയുണ്ടാകരുത്. വിഷ്ണുവിന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഉവ്. എങ്കിൽ ഈ രാത്രി നീ സുഖമായി ഉറങ്ങിക്കൊള്ളൂ. നാളത്തെ ബ്രാഹ്മമുഹൂർത്തം മുതൽ ഞാൻ നിനക്ക് മന്ത്രോപദേശം നൽകി തുടങ്ങുന്നതാണ്. കുളിച്ച് ഈറനോടെ ആ നേരത്ത് നീ എന്റെ അടുത്ത് വരൂ. ഗുരു തിരിഞ്ഞു നടന്നു. പാറ മൈതാനത്തിലൂടെ ഒരു നിഴൽ പോലെ പ്രാഞ്ചി നടന്നകലുന്ന ഗുരുവിനെ തന്നെ അവൻ നോക്കിയിരുന്നു. അത്ഭുത ആഹ്ലാദ വിഷാദങ്ങളുടെ സമ്മിശ്ര സമ്മേളനം മനസ്സിൽ പൊൻതുടിയുയർത്തി.
പൊലിഞ്ഞുപോയ ആഗ്രഹങ്ങളുടെ നിറദീപം വീണ്ടും തെളിഞ്ഞു കത്താൻ തുടങ്ങിയിരിക്കുന്നു. തന്റെ അന്ത്യം മുന്നിൽ കണ്ടുകൊണ്ട് തനിക്ക് മന്ത്രോപദേശം നൽകാൻ സന്നദ്ധനായിരിക്കുന്നു. ഇത് ഭാഗ്യമാണ്, ഒപ്പം ദുഃഖവുമാണ്. തന്റെ ആഗ്രഹ സഫലീകരണ മുഹൂർത്തം ഗുരുവിന്റെ അന്ത്യനിമിഷങ്ങളാണ്. അതവൻ ഓർക്കാൻ കഴിയുന്നില്ല. ഒരു ഭാഗ്യത്തിന് ഒരു ദൗർഭാഗ്യം. ഇത്തരമൊരവസ്ഥയെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ഓർത്തതേയില്ല. ഗുരു വിളിച്ചുണർത്തിയപ്പോൾ ആഹ്ലാദം കൊണ്ട് മനസ്സ് വിങ്ങിപ്പൊട്ടുകയായിരുന്നു. ഈ ഭൂമുഖത്ത് ഒരാൾക്കും നേടാൻ കഴിയാത്ത സൗഭാഗ്യം നേടിത്തരുമെന്നറിയിച്ചപ്പോൾ തുള്ളിച്ചാടാൻ തോന്നിയതാണ്. പക്ഷേ ഗുരുവിന്റെ വാക്കുകൾ കേട്ടതിന് ശേഷം എന്തോ ഒരു വല്ലായ്മ. താൻ വന്നത് ഗുരുവിന്റെ നാശത്തിനാണോ? ഇത് ദൈവനിശ്ചയമാണ്. വിഷ്ണു ഒടുവിൽ അങ്ങനെ സമാധാനിക്കാൻ ശ്രമിച്ചു. ആ രാത്രി അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതിരുന്നിട്ടും അവന് ക്ഷീണം തോന്നിയതുമില്ല. രാപ്പാടികൾ പാടിപ്പാടി രാത്രി തളർന്നുറങ്ങി. നേരിയ നിലാവിൽ അകലെ ഗുരു പത്മാസനത്തിൽ യോഗനിദ്രയിൽ ഉറങ്ങുന്നത് കാണാമായിരുന്നു. മനസ്സിൽ ഗുരുവിനെ സങ്കൽപ്പിച്ച് വിഷ്ണു വണങ്ങി. പിന്നെ ഉറക്കത്തിനു വേണ്ടി കണ്ണുകൾ പൂട്ടിക്കിടന്നു. ആകാശത്ത് ഒറ്റയ്ക്കും തെറ്റയ്ക്കും നക്ഷത്രങ്ങൾ കാലം തെറ്റി പൂത്ത കണിക്കൊന്ന ചില്ല പോലെ. വനനിഗൂഢതയിൽ നിന്ന് വന്യജീവികളുടെ ഇരമ്പൽ. നേർത്ത മഞ്ഞു പൊഴിയുന്ന രാത്രി. രാത്രി കടന്നുപോയി. ബ്രഹ്മമുഹൂർത്തം സമാഗതമായി. വിഷ്ണു എണീറ്റ് കാട്ടുചോലയുടെ മറവിൽ ചെന്ന് കുളിച്ചു. ഈറനുമായി ഗുരുസന്നിധിയിലെത്തി വണങ്ങി നിന്നു. വിഷ്ണു ഗുരുവിന്റെ മുന്നിൽ പത്മാസനമിട്ടിരുന്നു. ഒരു നിമിഷം നീ കണ്ണുകൾ അടയ്ക്കൂ. വിഷ്ണു കണ്ണിമകൾ പൂട്ടി. ഒരു നിമിഷം മാത്രം, ഇനി തുറന്നോളൂ. ഗുരുവിന്റെ ശബ്ദം കേട്ട മാത്രയിൽ വിഷ്ണു കണ്ണുകൾ തുറന്നു. അവന്റെ മിഴികൾ അത്ഭുതം കൊണ്ട് പിന്നെയും മിഴിഞ്ഞു. തനിക്ക് മുന്നിൽ 7 തിരിയിട്ട് കൊളുത്തിയ 5 നെയ്വിളക്കുകൾ പൂർണ്ണ ശോഭയോടെ തിളങ്ങി നിൽക്കുന്നു. അഷ്ടഗന്ധത്തിന്റെയും സാമ്പ്രാണിത്തിരികളുടെയും സമ്മിശ്രഗന്ധം വായുവിൽ വിലയം പ്രാപിച്ചിരിക്കുന്നു. ഒരു പൂജാമുറിയുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം. ഓം. ഗുരുവിന്റെ നാവിൽ നിന്നും ആദിമമന്ത്രം പിറന്നു വീണു. ഓംകാരത്തിന്റെ അലൗകിക ശബ്ദദീപ്തി ഒരു ശംഖനാദം പോലെ ആ പാറക്കെട്ടിലും പിന്നെ വനഭൂമികളിലും ഒരു പ്രകമ്പനമായി നിറഞ്ഞു നിൽക്കുന്നതായി വിഷ്ണുവിന് തോന്നി. ഗുരുവിനെ അനുകരിച്ച് അവന്റെ ചുണ്ടുകളും വ്യക്തമായും ഭക്തി നിർഭരമായും ആവർത്തിച്ചു, ഓം. അതൊരു തുടക്കമായിരുന്നു. പിന്നീട് വർഷങ്ങളുടെ തപസ്യയിലൂടെ കൈവരിക്കേണ്ട ഒത്തിരി മന്ത്രങ്ങളുടെ ബീജാക്ഷര മാത്രം. വിഷ്ണുവിന്റെ 2ാം ജന്മം ഇവിടെ ആരംഭിക്കുകയായിരുന്നു. അവൻ എന്നേക്കുമായി ശ്രീധര ഗുരുവിന്റെ താവളത്തിൽ ചെന്ന് അഭയം പ്രാപിച്ചു. അതിന് കാരണക്കാരൻ രാമഭദ്രൻ നമ്പൂതിരിയാണ്. കുറുപ്പ് പല്ലുകൾ കൂട്ടിക്കടിച്ചു. തനിക്കൊരു ശത്രുവും കൂടി ഉണ്ടായിരിക്കുന്നു, രാമഭദ്രൻ നമ്പൂതിരി. വിഷ്ണുവെന്ന ഞാഞ്ഞൂലിനെ മറക്കാം. അവനിനി തിരിച്ചു വരവുണ്ടാകില്ല. വന്നാലും തന്നോട് എതിർക്കാൻ ശ്രമിക്കുകയില്ല. അതിനുള്ള കൽപ്പ് അവനുണ്ടാകില്ല. നിത്യബ്രഹ്മചാരിയായി കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ഒരു നായര് പയ്യന് കഴിയില്ല. വേദങ്ങളും മന്ത്രങ്ങളും ബ്രാഹ്മണർക്കുള്ളതാണ്. അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. പൂജാമുറിയിൽ നിന്നിറങ്ങി പ്രഭാത സ്നാനത്തിനായി കുളത്തിലേക്കിറങ്ങി. കുളി കഴിഞ്ഞ് തിടക്കപ്പെട്ട് മുറിയിലേക്ക് നടക്കാൻ തുടങ്ങിയ കുറുപ്പ് പടിപ്പുര വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ശ്രദ്ധിച്ചു. ആ വാതിൽ തുറന്ന് കടന്നു വരുന്ന രൂപത്തെ കണ്ടപ്പോൾ കുറുപ്പ് വല്ലാതൊന്ന് നടുങ്ങി. മറ്റൊരു പരാജയം കൂടി തന്നെ വാരിപ്പുണരാൻ വന്നിരിക്കുകയാണോ? അയാൾ പരിഭ്രാന്തനായി. കുറുപ്പ് വീണ്ടും നോക്കി. അതെ, ലക്ഷ്മി തന്നെ. ഒപ്പം അവളുടെ അച്ഛനുമുണ്ട്. പടിപ്പുരയിൽ മുട്ടി വിളിക്കാതെ, അനുവാദം ചോദിക്കാതെ നേരെ അവർ ഇല്ലക്കെട്ടിലേക്ക് നടന്നു കയറുകയായിരുന്നു. ഇത് അമിത സ്വാതന്ത്ര്യമാണ്. 8 വീട്ടിൽ തറവാടിന്റെ മുറ്റത്തേക്ക് ഇങ്ങനെ ആരും വന്ന് കയറാറില്ല. കയറാൻ ധൈര്യപ്പെടാറില്ല. കുറുപ്പിന്റെ പുരികങ്ങൾ വില്ലുപോലെ വളഞ്ഞു. ഘനഗംഭീരമായ ഒരു മോളലിൽ നിന്ന് കാര്യമെന്താണെന്നുള്ള ചോദ്യമാണതെന്ന് മനസ്സിലാക്കണം. ശങ്കരവാര്യർ അത് മനസ്സിലാക്കി. ലക്ഷ്മിക്കും അത് മനസ്സിലായി. അവൾ തെല്ലും പരുങ്ങിയില്ല. അതിന്റെ ആവശ്യമില്ലല്ലോ. 4-5 മാസങ്ങൾക്ക് മുമ്പാണെങ്കിൽ അവൾ തീർച്ചയായും പരുങ്ങിയേനെ, ഭയപ്പെട്ടേനെ. പക്ഷേ ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല. അവളുടെ മിഴികൾ സൂചി പോലെ കുറുപ്പിന്റെ മുഖത്ത് തറഞ്ഞു നിൽക്കുകയാണ്. ഇനി കുറുപ്പിനെ ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന മട്ടിൽ. ആ കൂസലില്ലായ്മ കുറുപ്പ് ശ്രദ്ധിച്ചു. അല്ലെങ്കിൽ അതേ കുറുപ്പ് ശ്രദ്ധിച്ചുള്ളൂ. 2ാം മുണ്ട് അരയിൽ കെട്ടിക്കൊണ്ട് മാത്രം ഈ പൂമുഖത്ത് നിന്നിട്ടുള്ള ശങ്കരവാര്യർ
തോർത്ത് തോളിൽ നിന്നെടുത്തില്ല. ഓച്ഛാനിച്ചു നിന്നിട്ടുള്ള അയാൾ തലയുയർത്തി തന്നെ പിടിച്ചിരിക്കുന്നു. ഇത്രയ്ക്ക് ധിക്കാരമോ? കുറുപ്പ് ആരെന്ന് നനച്ചു ഇവറ്റകൾ? അയാൾ മുരണ്ടു. പക്ഷേ ശബ്ദം പുറത്തേക്ക് അണഞ്ഞില്ല. ഞങ്ങൾ വന്നത്... ശങ്കരവാര്യർ തന്നെ മൂകതയുടെ കയത്തിലേക്കൊരു കല്ലെടുത്തിട്ടു. എന്തെങ്കിലും കാര്യമുണ്ടാകും. കുറുപ്പ് വാക്കുകൾ പൂരിപ്പിച്ചു. അതെ, കാര്യം ഇവളാണ്. ഇവളെ ഇങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് പോകാനാണ് ഞാൻ വന്നത്. അങ്ങ് ഇവളെ അങ്ങോട്ട് ഏറ്റെടുത്താട്ടെ. ശങ്കരവാര്യരുടെ ശബ്ദത്തിന് എന്തൊരു ഗാംഭീര്യം! കുറുപ്പ് അയാളെ തുറച്ചു നോക്കി. കൂട്ടുപുരുകങ്ങൾ തമ്മിൽ തല്ലി. അത് നല്ല ലക്ഷണമല്ലെന്ന് ശങ്കരവാര്യർക്കറിയാം. മുമ്പെപ്പോഴായിരുന്നെങ്കിലും അത് കാണുമ്പോൾ ഭയം തോന്നുമായിരുന്നു. പക്ഷേ ഇപ്പോഴില്ല. പകരം നേർത്ത ഒരു ചിരിയാണ് ചുണ്ടിന്റെ ഓരത്ത് വന്നണഞ്ഞത്. ഇതൊക്കെ നേരത്തെ പ്രതീക്ഷിച്ചതാണല്ലോ. ഒട്ടും പതറേണ്ട കാര്യമില്ല. പതറരുത്. നിങ്ങളെന്താണ് പറഞ്ഞത്? കുറുപ്പിന്റെ ചെവികൾ കൊട്ടിയടയ്ക്കപ്പെട്ടതുപോലെ അയാൾ ചോദ്യം ആവർത്തിച്ചു. നിങ്ങളെന്ത് പറഞ്ഞു? എന്റെ മോൾ പിഴച്ചു പെറ്റു എന്ന് പറയുന്നത് ഒരു നാണക്കേടാണല്ലോ. തന്ത ജീവിച്ചിരിക്കുമ്പോൾ അവൾ പ്രസവിക്കുന്ന കുഞ്ഞിനെ തന്തയില്ലാത്ത കുഞ്ഞെന്ന് വിശേഷിപ്പിക്കുന്നത് അതിലും നാണക്കേടാണ്. അത് യഥാർത്ഥ തന്ത കേൾക്കുന്നത് പരമദയനീയവും ശരിയല്ലേ? ശങ്കരവാര്യരുടെ വാക്കുകൾക്ക് അസ്ത്രത്തിന്റെ മൂർച്ച. ഇടിയാച്ചേറ്റതുപോലെ കുറുപ്പ് നിന്നു. അതിന് ഇവളുടെ കൊച്ചിന്റെ തന്ത എട്ടുവീട്ടിൽ തറവാട്ടിലെ കുറുപ്പാണ്. ഒരു വിഷചികിത്സയ്ക്ക് കൊണ്ടുവന്നതിന് അങ്ങ് നൽകിയ കനത്ത പ്രതിഫലം, അതും ഞങ്ങളോട് അങ്ങോട്ട് വാങ്ങിയ പൊന്നിനേക്കാൾ വിലയേറിയ പ്രതിഫലം. എനിക്ക് പക്ഷേ എന്റെ മകളോട് വിരോധമൊന്നും തോന്നുന്നില്ല. നല്ല ബ്രാഹ്മണനിൽ നിന്ന് ഗർഭം ധരിച്ചുവെന്ന് നാലാളോട് പറയുന്നതും നാണക്കേടായി തോന്നുന്നില്ല. ഇതൊക്കെ എല്ലാ കാലത്തും നടക്കാറുള്ളതാണല്ലോ. ശങ്കരവാര്യർ വെറും സാധാരണ മട്ടിലാണ് പറയുന്നത്. പക്ഷേ അയാളുടെ ഉള്ളിൽ ഒരു ചിതയെരിഞ്ഞത് ആരും അറിഞ്ഞില്ല. കടലിരമ്പിയത് ആരും കേട്ടില്ല. പുറത്തെ കൂസലില്ലായ്മയ്ക്കുള്ളിൽ ഒരു പിതാവിന്റെ വേദന മുഴുവൻ പുകഞ്ഞു കിടന്നിരുന്നു. കുറുപ്പ് ചുറ്റും നോക്കി. ശങ്കരവാര്യർ പറയുന്നത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ആരും കേൾക്കുന്നില്ലെന്നറിയാമായിരുന്നിട്ടും വെറുതെ ഒരു പേടി. ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് സ്വപ്നേബി വിചാരിച്ചതല്ല. സത്യത്തിൽ അന്നവളോട് ചെയ്തത് ഒരു പ്രതികാരം മാത്രമായിരുന്നു. വിഷ്ണുവിനോടുള്ള പ്രതികാരം, ദേവനാരായണനോടുള്ള പ്രതികാരം. അത് ഇത്തരമൊരു ശാപമായി തിരിഞ്ഞു കൊത്തുമെന്ന് ആരറിഞ്ഞു? ഇതിൽ നിന്നെങ്ങനെയൊന്ന് രക്ഷപ്പെടും? കുറുപ്പ് ആലോചിച്ചു. കുറുപ്പദ്ദേഹം എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ ഒരേയൊരു മകളാണ്. അങ്ങും ഒരു പിതാവാണല്ലോ. സ്വന്തം മകൾക്ക് ഇത്തരമൊരു ദുരന്തം സംഭവിച്ചാൽ അങ്ങെന്ത് തീരുമാനമെടുക്കുമോ? അത്തരമൊരു തീരുമാനത്തെക്കുറിച്ച് ആലോചിക്കാൻ എനിക്കും അവകാശമുണ്ടല്ലോ. ഞാനെടുത്ത തീരുമാനമാണിത്. ഇനി അങ്ങാണ് ഇവളുടെ ഭർത്താവ്. മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്നങ്ങേക്കറിയാമല്ലോ. ശങ്കരവാര്യർ ശബ്ദത്തിൽ മയം വരുത്തി. അപ്പോൾ അദ്ദേഹം അഭിമാന ക്ഷതമേറ്റ ഒരു പിതാവ് മാത്രമായിരുന്നു. ഇല്ലക്കെട്ടിലെ വാതിൽ പിന്നിൽ നിന്നും ഒരു തേങ്ങൽ. കുറുപ്പ് വെട്ടിത്തിരിഞ്ഞു നോക്കി. സരസ്വതി അമ്മ വാതിലിന് പിന്നിലേക്ക് മുഖം മറച്ചു. പുറത്തേക്കിറങ്ങാൻ തുടങ്ങിയ സുഗതയെ സരസ്വതി അമ്മ അകത്തേക്ക് ആനയിച്ചു. ഒരു മകൾക്ക് ഒരിക്കലും കേൾക്കാൻ കൊള്ളാത്ത സംസാരമാണ് മുറ്റത്ത് നടക്കുന്നത്. ആര് കേൾക്കരുതെന്ന് കരുതിയോ ആ ആൾ കേട്ടിരിക്കുന്നു. കേട്ടാലും ഒന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷേ കേട്ടു. കുറുപ്പ് ഒരു ഞൊടിയിട വല്ലാതായി. ശങ്കരവാര്യരെ, നിങ്ങളിപ്പോൾ പോകൂ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഒരു 2 ദിവസം കഴിഞ്ഞു ഞാനെന്റെ തീരുമാനം അറിയിക്കാം. കുറുപ്പിന്റെ അത്രയും മയത്തിലുള്ള സംഭാഷണം ശങ്കരവാര്യർ ജീവിതത്തിൽ ആദ്യം കേൾക്കുകയാണ്. കുറുപ്പ് പൂജാമുറിയിലേക്ക് പോകാൻ തിടുക്കം കൂട്ടി. ലക്ഷ്മിയുടെ വയറ്റിലെ കുഞ്ഞിനെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കുന്നത് ഉപാസനാമൂർത്തികളുടെ അനുവാദത്തോടെ വേണം. അതിനാണ് 2 ദിവസത്തെ സമയം ചോദിച്ചത്. 2 ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും വരാം. പക്ഷേ കുറുപ്പദ്ദേഹത്തിന്റെ തീരുമാനം അന്തസ്സുള്ളതായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും. ദേവനാരായണനെയും കുടുംബത്തെയും തുടച്ചു നീക്കിയതുപോലൊരു നീക്കമാണ് ഇവിടത്തെ ഭാഗത്തു നിന്നുണ്ടാവുന്നതെങ്കിൽ അങ്ങ് നാട്ടുകാരുടെ മുഴുവൻ മുന്നിൽ സമാധാനം പറയേണ്ടി വരുമെന്ന് മറക്കണ്ട. 100 100 പേരെ ചതിവിലങ്ങയ്ക്ക് കൊലപ്പെടുത്താമായിരിക്കും. ഒരു ഗ്രാമം മുഴുവൻ ആയിരക്കണക്കിന് മനുഷ്യരെ നശിപ്പിക്കാൻ അങ്ങേക്ക് കഴിയില്ലെന്നും കരുതിക്കോളൂ. ഇയാളുടെ ചിന്ത ഇത്തവണയെങ്കിലും ഒരു നല്ല രീതിയിലായിരിക്കട്ടെ. ശങ്കരവാര്യർ മകളെയും കൂട്ടി തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോൾ പിന്നിൽ നിന്ന് സരസ്വതി അമ്മ വിളിച്ചു. ശങ്കരവാര്യരെ.
സരസ്വതി അമ്മയുടെ അത്രയും ഉറച്ച സ്വരം ഇതിനു മുമ്പ് എട്ടുവീട്ടിൽ തറവാട്ടിൽ ഉയർന്നിട്ടില്ല. അങ്ങനെയൊരു സ്ത്രീ ജന്മം അവിടെയുണ്ടെന്ന് പുറം ലോകം അറിയാറില്ല. സരസ്വതി അമ്മ കണ്ണുകൾ തുടച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഓടി ഇറങ്ങി വന്നു. കുറുപ്പ് സ്തംഭിച്ചു നിന്നു. എന്താണ് ഇവളുടെ ഉദ്ദേശ്യം? ശങ്കരവാര്യരെ, അവളെ ഇവിടെ നിർത്തിയിട്ട് പൊയ്ക്കോളൂ. അവൾ നിൽക്കേണ്ടത് ഇവിടെ തന്നെയാണ്. സരസ്വതി അമ്മ നടന്നു ചെന്ന് ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചു. ലക്ഷ്മി ഞെട്ടി. അവളുടെ കണ്ണുകൾ നിസ്സഹായതയോടെ സരസ്വതിയെ തഴുകി. പിന്നെ അച്ഛന്റെ മുഖത്ത് ആ മിഴികൾ ഉറച്ചു. ശങ്കരൻ എന്താ മിഴിച്ചു നിൽക്കുന്നത്? നിങ്ങൾ പറഞ്ഞതെല്ലാം കേട്ടു നിൽക്കുമായിരുന്നു. ഏതായാലും ശങ്കരവാര്യർ ഉദ്ദേശിച്ചു വന്നത് തന്നെ നടക്കട്ടെ. പിന്നെ ഒന്നും പറയാൻ നിന്നില്ല. ലക്ഷ്മിയും കൂട്ടി അവർ അകത്തേക്ക് പോന്നു. തുറച്ചു നോക്കി നിൽക്കുന്ന കുറുപ്പിനെ ശ്രദ്ധിച്ചതേയില്ല. അതിന്റെ കാര്യമില്ല. ഇവരെ വന്നതുപോലെ പടിയിറങ്ങി പോകാൻ അനുവദിച്ചാൽ വീണ്ടും ഇങ്ങോട്ട് വരാൻ അവർക്ക് കഴിഞ്ഞെന്ന് വരില്ല. ഭർത്താവിന്റെ തീരുമാനം എന്തായിരിക്കുമെന്ന് വ്യക്തമാണ്. വെറുതെ ഒരു കുടുംബത്തിന്റെ കൂടി ശാപം ഇല്ലത്ത് വന്ന് വീഴാതിരിക്കട്ടെ. ആദ്യമായാണ് സരസ്വതി അമ്മ സ്വന്തമായൊരു തീരുമാനമെടുക്കുന്നത്. ഭർത്താവിനെ ധിക്കരിച്ചതും ആദ്യമാണ്. എന്തെല്ലാം കണ്ടു കേട്ടു. ഇനിയും ശബ്ദിക്കാതിരിക്കാൻ തനിക്കാവില്ല. എന്ത് സംഭവിച്ചാലും വേണ്ടില്ല. തനിക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്തേ പറ്റൂ. ഇത് കുറച്ചു മുമ്പ് തോന്നാതിരുന്നതിൽ അവർ സ്വയം പഴിച്ചു. ലക്ഷ്മിയെയും കൂട്ടി അവർ അകത്തളത്തിലേക്ക് നടന്നു. രണ്ടാം മുണ്ടുയർത്തി വിഴികൾ തുടച്ചുകൊണ്ട് തിരിഞ്ഞു തിരിഞ്ഞു നോക്കി ശങ്കരവാര്യർ അകലുന്നു. കുറുപ്പ് പല്ലുകൾ കടിച്ചു പൊട്ടിച്ചു. ആരോടൊക്കെയോ വൈരാഗ്യം തീർക്കാനെന്നോണം അയാൾ പൂജാമുറിയിലേക്ക് ഓടിക്കയറി. വാതിൽ കൊട്ടിയടച്ചു. അതിന്റെ ശബ്ദം ഇല്ലമാകെ പ്രകമ്പനമായി പടർന്നു. ആ പകൽ അയാൾ പിന്നെ പൂജാമുറിയിൽ നിന്നിറങ്ങിയതേയില്ല. ആ മുറി തുറക്കാൻ വൈകുമ്പോൾ ഭയന്നത് സരസ്വതിയായിരുന്നു. ഭർത്താവ് എന്തോ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ദിവസ പൂജയുടെ ലക്ഷ്യം അത് തന്നെയാണ്. പൂജാമുറിയിൽ നിന്നുയരുന്ന ഹോമദ്രവ്യങ്ങളുടെ മനം മടുപ്പിക്കുന്ന ദുർഗന്ധം ഒരു ഗ്രഹണം പോലെ ഇല്ലത്തെയാകെ ഗ്രസിച്ചിരിക്കുന്നത് അവരറിയുന്നുണ്ട്. സംഭീതയായിരിക്കുന്ന ലക്ഷ്മിയുടെ തകർന്ന മിഴികളിൽ അവർ ഉറ്റുനോക്കി. ഇതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ലക്ഷ്മിയായിരിക്കുമോ? പകൽ വേഗം പോയി മറഞ്ഞു. രാത്രി രാജപ്രൗഢിയോടെ ആരാച്ചാരെ പോലെ എഴുന്നള്ളി. അത്താഴ പൂജ കഴിഞ്ഞ് നടയടയ്ക്കേണ്ടി വരുന്നതുവരെ ക്ഷേത്രത്തിൽ നിൽക്കേണ്ടി വന്നു ശങ്കരവാര്യർക്ക്. അതിനുശേഷം തിരുമേനിയെ കണ്ട് യാത്ര പറഞ്ഞ് അയാൾ വീട്ടിലേക്ക് നടന്നു. ഓരോന്നാലോചിച്ചാലോചിച്ച് നടന്ന് ശങ്കരവാര്യർ വിശാലമായ വയലിന്റെ നടവരമ്പിലിറങ്ങി. രാവിന്റെ ആദ്യയാമം കഴിയാറാകുന്നതേയുള്ളൂ. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴാണ് ശങ്കരവാര്യർക്ക് വല്ലാത്തൊരു വീർപ്പുമുട്ടൽ അനുഭവപ്പെട്ടു. പ്രകൃതിക്ക് ആകമാനം ഒരു മാറ്റം സംഭവിച്ച പോലെ മെല്ലെ വീശിയിരുന്ന വയൽക്കാറ്റ് കൊടുങ്കാറ്റായി രൂപം പ്രാപിക്കുന്നോ? അകലെ നിന്നടുക്കുന്ന ഭീകര സത്വത്തിന്റെ അലമുറ പോലെ ഒരു ഹുങ്കാരം അടുത്തേക്ക് വരുന്നതായി അയാൾക്ക് തോന്നി. ശങ്കരവാര്യർ പകച്ച് ചുറ്റും നോക്കി. തനിക്ക് ചുറ്റും ഒരു ചുഴലിക്കാറ്റ് ചുറ്റിയടിക്കുന്നതായും പിന്നെ ഒരു ഭീകരാകാരം കൊണ്ട് തന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നതായും അയാൾ കണ്ടു. ശങ്കരവാര്യർ ഉറക്കെ നിലവിളിച്ചു. ആ ദുരന്തത്തിൽ നിന്ന് ശങ്കരവാര്യർക്ക് രക്ഷപ്പെടാനായില്ല. പൂജാമുറിയിൽ നിന്ന് കുറുപ്പിന്റെ പൊട്ടിച്ചിരി സരസ്വതി അമ്മ കേട്ടു. ലക്ഷ്മി പരിഭ്രമത്തോടെ സരസ്വതി അമ്മയെ ശ്രദ്ധിച്ചു. അവർ തലകുനിച്ചു പോയി. ഒരു ദുരന്ത വാർത്ത കേൾക്കാൻ നേരം പുലരാതിരുന്നെങ്കിൽ സരസ്വതി അമ്മ ആത്മാർത്ഥമായും അങ്ങനെ ആഗ്രഹിച്ചു. കുറുപ്പ് പൂജാമുറി തുറക്കുന്ന ശബ്ദം കേട്ടു. കാൽപ്പെരുമാറ്റം അടുക്കളക്കെട്ടിലേക്ക് സമീപിക്കുന്നതും അവരറിഞ്ഞു. അടുത്ത നിമിഷം അയാൾ അവരിരുന്ന മുറിയിലേക്ക് കയറി വന്നു. ലക്ഷ്മി പിടഞ്ഞെണീറ്റു. അവളെ നോക്കി കുറുപ്പ് മനോഹരമായൊന്ന് പുഞ്ചിരിച്ചു. ആ ചിരി വളർന്ന് ഒരു പൊട്ടിച്ചിരിയായി. അടുത്ത ക്ഷണം അയാളുടെ കണ്ണുകൾ ജ്വലിച്ചു. നിനക്കെന്റെ ഭാര്യയാവണം അല്ലേ? എട്ടുവീട്ടിലെ തറവാട്ടിലെ മഹാറാണിയാകണം. ഇടിമുഴക്കം പോലെ ആ ശബ്ദം മച്ചിൽ തട്ടി വിറങ്ങലിച്ചു. ഭർത്താവിന്റെ നീക്കം പന്തിയല്ലെന്ന് കണ്ട് സരസ്വതി പിടഞ്ഞെണീറ്റു. കുറുപ്പിന്റെ മുന്നിൽ ചെന്നു നിന്നു. ഞാൻ ഇന്നേവരെ ഇവിടുത്തെ കാര്യങ്ങളിലൊന്നും ഇടപെട്ടിട്ടില്ല. പക്ഷേ ഇന്നാദ്യം അത് ചെയ്യേണ്ടി വന്നു. നിങ്ങൾ എന്തു തെറ്റ് ചെയ്താലും ഞാനത് ചോദിച്ചിട്ടില്ല. ഭാര്യയുടെ ന്യായമായ ഒരവകാശമായിരുന്നിട്ട് പോലും ഇവളെ പിടിച്ചിവിടെ നിർത്തിയത് ഞാനാണ്. ഇവൾക്ക് എന്തെങ്കിലും അപകടമുണ്ടായാൽ ഞാനീ ഇല്ലത്ത് തൂങ്ങിച്ചാകും. നോക്കിക്കോ. എട്ടുവീട്ടിൽ തറവാട്ടിലെ മഹാമാന്ത്രികന്റെ ഭാര്യ
നടവാതിലിൽ തൂങ്ങിക്കിടക്കുന്നത് നാട്ടുകാർ കാണും. അതിന് നിങ്ങൾ ഇടവരുത്തരുത്. കുറുപ്പ് തളർന്നുപോയി. സരസ്വതി ഇതുവരെ തന്നോട് എതിർത്ത് സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ അതുമായി ഇവൾക്കെവിടെ ഇത്ര ധൈര്യം കിട്ടി? അയാൾക്കത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പിന്നെയൊന്നും ഓർത്തില്ല. കൈവീശി ഒറ്റയടി നൽകി. സരസ്വതി നിലത്ത് വീണു. ലക്ഷ്മി ഉറക്കെ നിലവിളിച്ചു. മുറിയിലേക്ക് ഓടിവന്ന സുഗത അച്ഛന്റെ മുഖഭാവം കണ്ട് വിറങ്ങലിച്ചു നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൾ അമ്മയുടെ സമീപത്തേക്ക് ഓടിച്ചെന്നു. വീണുകിടക്കുന്ന അമ്മയെ പിടിച്ചെണീപ്പിച്ചു. അമ്മേ, എന്റെ അമ്മേ! സുഗത തേങ്ങിക്കരഞ്ഞു. കുറുപ്പ് ചവിട്ടിത്തെറിപ്പിച്ച് പൂജാമുറിയിലേക്ക് തന്നെ പോയി. വെടിയേറ്റ വെരുകിനെ പോലെ അയാൾ മുറിയിൽ ഉലാത്തി. ഇന്നത്തെ ദിവസം ഒരു വല്ലാത്തതായിരുന്നു. എന്താണതിന് കാരണം? ശങ്കരവാര്യർ മാത്രം ഇനി ശല്യപ്പെടുത്താൻ വരില്ല. അത്രയും തൃപ്തിയായി. ആ രാത്രി ദുസ്വപ്നമൊന്നുമില്ലാതെ കുറുപ്പുറങ്ങി. പക്ഷേ ലക്ഷ്മി ഉറക്കത്തിൽ ഞെട്ടി ഉണർന്നു. അച്ഛൻ കരഞ്ഞുകൊണ്ട് തന്റെ നേരെ ഓടിവരുന്ന ഒരു സ്വപ്നം ഉറങ്ങാൻ തുടങ്ങിയപ്പോഴൊക്കെ അവളെ ഉണർത്തി. ആ സ്വപ്നത്തിന്റെ അർത്ഥം പിറ്റേന്ന് നേരം പുലർന്നപ്പോഴാണ് അവൾക്ക് വ്യക്തമായത്. ആ നിമിഷം ലക്ഷ്മി അലമുറയിട്ട് നിലവിളിച്ചു. അച്ഛന്റെ ജഡം വയലിൽ നിന്ന് ആരോ കണ്ടുപിടിച്ചിരിക്കുന്നുവത്രേ. തന്റെ അച്ഛൻ മരിച്ചു. അച്ഛനെ കൊന്ന കൊലയാളിയുടെ വീട്ടിൽ താൻ അഭയം തേടിയിരിക്കുന്നു. സരസ്വതി അമ്മ മുറുകെ തടഞ്ഞിട്ടും ലക്ഷ്മി ഇറങ്ങിയോടി. എട്ടുവീട്ടിൽ തറവാടിന്റെ പടിപ്പുര തുറന്ന് അവൾ ഒരു കൊടുങ്കാറ്റ് പോലെ വീട്ടിലേക്ക് പാഞ്ഞു. അവൾ ഓടുന്നത് കുറുപ്പ് കണ്ടതാണ്. പക്ഷേ തടഞ്ഞില്ല. നേർത്ത ഒരു പുഞ്ചിരിയോടെ അപ്പോൾ അയാൾ ഓർത്തു, എവിടെ പോകാനാണ്? പോയതുപോലെ ഇങ്ങോട്ട് തന്നെ വന്നോളും. പക്ഷേ കുറുപ്പിന്റെ കണക്ക് കൂട്ടല് തെറ്റി. ലക്ഷ്മി പിന്നീട് എട്ടുവീട്ടിലേക്ക് മടങ്ങി വന്നതേയില്ല. പിറ്റേന്നു മുതൽ അവളെ ആ നാട്ടിൽ കാണാനും ഉണ്ടായിരുന്നില്ല. ലക്ഷ്മി എവിടെ പോയെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. കുറുപ്പിന്റെ ചതിപ്രയോഗം കൊണ്ടാണ് ശങ്കരവാര്യർ മരിച്ചതെന്ന് ഗ്രാമം അറിഞ്ഞു. അവർ നിസ്സഹായരായി ദുഃഖിച്ചു. കുറുപ്പിനെതിരെ അവർക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. 10-15 പേർ ചേർന്ന് ഇരുട്ടടി കൊടുക്കാമെന്ന് കരുതിയാലും കുറുപ്പിനോട് നടക്കില്ല. ഇരുട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന തങ്ങൾക്കായിരിക്കും ആദ്യം അടി കിട്ടുക. നാട്ടുകാർ ഒന്നായി ആലോചിച്ച് മറ്റൊരു കാര്യം ചെയ്തു. അധികാരികൾക്ക് ഒരു പരാതി അയക്കുക. അയച്ചു. പക്ഷേ അതിനെന്തെങ്കിലും നടപടി ഉണ്ടായതായി അവരറിഞ്ഞില്ല. അധികാര സ്ഥാനത്തുള്ളവർക്കും കുറുപ്പിന് ഭയമായിരുന്നിരിക്കാം. ഭഗവതിപുരം ഗ്രാമത്തിന്റെ ദുർവിധിയായിരിക്കും കുറുപ്പെന്നവർ സമാധാനിച്ചു. പിന്നെ വിഷാദിച്ചു. ദിവസങ്ങൾ ഓരോന്നായി കടന്നു പോകുന്നു. ഏതോ ദുർമന്ത്രവാദത്തിനു വേണ്ടി രഹസ്യമായ എന്തോ ചില അനുസാരികൾ വാങ്ങാൻ കുറുപ്പ് തറവാട്ടിൽ നിന്നിറങ്ങി. അത് പതിവുള്ളതല്ല. വല്ലപ്പോഴും വിളവ് നോക്കാൻ വയലിലേക്കൊന്ന് ഇറങ്ങുന്നതൊഴിച്ചാൽ അയാൾ പകലൊന്നും സാധാരണഗതിയിൽ എങ്ങും പോകാറില്ല. പുറത്തിറങ്ങുമ്പോൾ പതിവില്ലാതെ മകൾ സുഗത ചോദിച്ചു, അച്ഛാ, ഞാനും പോന്നോട്ടെ? വേണ്ട, തിരിഞ്ഞു നോക്കാതെ കുറുപ്പ് പറഞ്ഞു. അയാൾക്ക് മകളുടെ അമിത സ്വാതന്ത്ര്യം പണ്ടേ ഇഷ്ടമല്ല. സുഗതയുടെ മുഖം മങ്ങി. അച്ഛന്റെ കൂടെ ഒരു സവാരി ആഗ്രഹിച്ചാണ് അവൾ പ്രതീക്ഷയോടെ ചോദിച്ചത്. അച്ഛൻ തന്നോട് മിണ്ടുന്നത് പോലും വല്ലപ്പോഴുമാണ്. അതും 1-2 വാക്കുകൾ. സ്നേഹഭാവങ്ങളൊന്നും പ്രകടിപ്പിക്കാൻ കുറുപ്പിനറിയില്ല. അച്ഛന് തന്നോട് സ്നേഹമില്ലേ? അവൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അച്ഛൻ ഇന്ന് എന്തോ കർമ്മം ചെയ്യാനുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. ഇന്നലെ മുതലേ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയതാണ്. അതിനുവേണ്ടി എന്തോ വാങ്ങാനാണല്ലോ ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്നതും. അച്ഛന്റെ പൂജാമുറിയിൽ ഇതുവരെ ഒന്ന് കയറി നോക്കിയിട്ടില്ല. പലതവണ ആഗ്രഹിച്ചിട്ടും ആ ഭാഗത്തേക്ക് പോലും അടുപ്പിച്ചിട്ടില്ല. അവൾക്ക് ആ മുറിയൊന്ന് കാണണമെന്ന് വല്ലാത്ത ആഗ്രഹം തോന്നി. പൂജാ സാധനങ്ങൾ തൊട്ടശുദ്ധമാക്കിയാൽ ഫലസിദ്ധി ഉണ്ടാവില്ലെന്ന് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഉപാസനാമൂർത്തികൾക്കത് വിരോധ കാരണമാവുമത്രേ. അശുദ്ധമായ പദാർത്ഥങ്ങൾ കൊണ്ടുവരെ പൂജിക്കുന്നത് അവരെ അവഹേളിക്കുന്നതിന് തുല്യമല്ലേ? അതൊന്നും സുഗത അപ്പോൾ ആലോചിച്ചില്ല. താൻ അതൊക്കെയൊന്ന് കണ്ടെന്ന് വെച്ച് ഇപ്പോ എന്താ ഉണ്ടാവാൻ പോണേ? അമ്മ കുളിക്കാൻ കുളത്തിലേക്ക് പോയിരിക്കുകയാണ്. നനയും കുളിയും കഴിഞ്ഞ് വരുമ്പോൾ ഒരു സമയമാകും. അവൾ തക്കും പൊക്കും നോക്കി. ഇല്ല, ആരുമില്ല. അവൾ മെല്ലെ പൂജാമുറിയുടെ മുന്നിലേക്ക് നടന്നു. മുറി പൂട്ടിയിട്ടില്ല, ചേർത്തടച്ചിട്ടേയുള്ളൂ. ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്നു. അവൾ ആ മുറിയിലേക്ക് കയറി. ആ നിമിഷം സുഗത ഭയന്നു വിറച്ചു. ഒരു നിലവിളി അവളുടെ തൊണ്ടയിൽ കുരുങ്ങി.
പുറത്തേക്കെടുത്തു ചാടാൻ ശ്രമിച്ചെങ്കിലും അവൾക്കതിന് കഴിഞ്ഞില്ല. തികച്ചും അപ്രതീക്ഷിതവും അസാധാരണവുമായ ഒരു രംഗമാണവൾ അവിടെ കണ്ടത്. ആ സമയത്ത് ഓരോന്നാലോചിച്ചുകൊണ്ട് നടക്കുകയായിരുന്ന കുറുപ്പ് പല നാളായി കാണാൻ കാത്തിരുന്ന ആളുടെ മുന്നിലാണ് ചെന്ന് പെട്ടത്. രാമഭദ്രൻ തിരുമേനി എങ്ങോട്ടോ പോകാൻ ആ വഴിയെ കുറുപ്പിനെതിരെ വന്നു. കുറുപ്പ് പൊടുന്നനെ നിന്നു. രാമഭദ്രൻ തിരുമേനിയും നിന്നു. ദേവനും അസുരനും മുഖാമുഖം. ഇനിയോ? രാമഭദ്രൻ നമ്പൂതിരി ലോഹ്യം ഭാവിച്ച് ചിരിച്ചു. കുറുപ്പിന് സുഖമല്ലേ? ഒന്ന് കാണണമെന്ന് വളരെയായി ആഗ്രഹിക്കുന്നു. സൗഹൃദത്തോടെ രാമഭദ്രൻ നമ്പൂതിരി സംസാരിച്ചു. എന്തിന്? എനിക്കും നിങ്ങളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒത്തു. നന്നായി. ഓഹോ, വളരെ സന്തോഷം. രാമഭദ്രൻ നമ്പൂതിരി ചിരിച്ചു. കുറുപ്പിന് ചിരിക്കാൻ കഴിഞ്ഞില്ല. കുറുപ്പ് പരിഭവത്തിലാണെന്ന് രാമഭദ്രൻ തിരുമേനി മനസ്സിലാക്കി. താൻ അയാളോട് ഒന്നും ചെയ്തില്ലല്ലോ എന്ന് സമാധാനിക്കുകയും ചെയ്തു. രാമഭദ്രൻ നല്ല സിദ്ധികളുള്ള മാന്ത്രികനാണെന്ന് എനിക്കറിയാം. അല്പസ്വല്പം വിദ്യകളൊക്കെ അറിയാവുന്നവനാണ് ഞാനും എന്ന് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. പക്ഷെ നിങ്ങൾ എന്നെ എതിർക്കാൻ പുറപ്പെട്ടു. എനിക്കത് അശേഷം തൃപ്തിയായിട്ടില്ല. നിങ്ങളോട് അതൊന്ന് ചോദിക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. കുറുപ്പ് മനസ്സിലുള്ളത് തുറന്നടിച്ചു. അറിഞ്ഞുകൊണ്ട് ഞാനങ്ങനെ ചെയ്തിട്ടില്ലല്ലോ കുറുപ്പേ. ആർക്കും അതിർത്തി ഉണ്ടാകും വരെ ഒന്നും ഇന്നോളം ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നിട്ടും ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് ശരിയല്ല. വല്ലതും മനസ്സിലുണ്ടെങ്കിൽ മറക്കുക. രാമഭദ്രൻ നമ്പൂതിരി മാന്യമായി സൗമ്യമായി പറഞ്ഞു. പറഞ്ഞപ്പോൾ കഴിഞ്ഞു. പക്ഷേ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് താൻ കരുതണ്ട. എന്റെ ശത്രുവിനെ തന്റെ ഇല്ലത്ത് പാർപ്പിച്ചതും പോരാഞ്ഞ് അവനെ മന്ത്രങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു. അതെന്നോട് മത്സരിക്കാനല്ലേ? കുറുപ്പിനോട് മത്സരിച്ചിട്ടുള്ളവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അതൊരു ഭീഷണിയാണെന്ന് രാമഭദ്രന് തോന്നി. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന്റെ ചുണ്ടിലെ പുഞ്ചിരി മാഞ്ഞില്ല. നെറ്റിയിൽ ചുളിവുകൾ വീണതുമില്ല. രാമഭദ്രൻ നമ്പൂതിരിയുടെ മുഖമുദ്ര തന്നെ സൗമ്യത ആയിരുന്നല്ലോ. എന്നെ ആശ്രയിച്ചവന് ഞാൻ അഭയം കൊടുത്തു പഠിപ്പിച്ചു. അവൻ ആരുടെയെങ്കിലും ശത്രുവാണെന്നോ തനിക്കൊരു ശത്രുവുണ്ടെന്നോ പറഞ്ഞില്ല. കുറുപ്പിന്റെ ശത്രുവാണവനെന്ന് എന്നെ നേരത്തെ അറിയിക്കാമായിരുന്നല്ലോ. മാന്ത്രിക വിദ്യ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവാനുഗ്രഹമാണ്. അത് മറ്റൊരാൾക്ക് നൽകുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അക്കാര്യത്തിൽ മറ്റൊരാളുടെ എതിർപ്പ് എനിക്ക് പ്രശ്നമല്ല. അറിഞ്ഞുകൊണ്ട് ചെയ്യാത്തതിനെക്കുറിച്ച് എനിക്ക് വിഷമവുമില്ല. കുറുപ്പ് ജ്വലിച്ചു. ശത്രുവിനെ പോറ്റിയവന്റെ തത്വോപദേശം. താൻ കുറുപ്പാണ്, എട്ടുവീട്ടിൽ തറവാട്ടിലെ മാന്ത്രികൻ. തന്നെ ശരിക്കറിയാത്തത് കൊണ്ടുള്ള ധിക്കാരമാണ് രാമഭദ്രന്റെ ജൽപ്പനങ്ങൾ. കുറുപ്പിനെതിരായിട്ടൊരാൾ ജീവിച്ചിരിക്കില്ല. രാമഭദ്രൻ തിരുമേനിയുടെ വാക്കുകൾ ധിക്കാരമായിട്ടാണ് കുറുപ്പിന് തോന്നിയത്. അയാൾ അടിമുടി വിറച്ചു. കാത്തിരുന്ന് കിട്ടിയ അവസരമാണ് ഇത്, കളഞ്ഞുകൂടാ. കുറുപ്പ് സ്വയം മറന്നു. മുന്നിൽ നിൽക്കുന്നത് തന്നെപ്പോലെ തന്നെ ബഹുമാന്യനായ മാന്ത്രികനാണെന്ന് വിസ്മരിച്ച കുറുപ്പ് കൈ ഉയർത്തിയതും രാമഭദ്രൻ നമ്പൂതിരിയുടെ ചെകിട്ടത്ത് ആഞ്ഞടിച്ചതും നിമിഷങ്ങൾക്കുള്ളിൽ കഴിഞ്ഞു. അത് രാമഭദ്രൻ നമ്പൂതിരിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. കൈ ഉയർത്തിയാൽ തനിക്കും എതിരാളിക്കിട്ടൊന്ന് കൊടുക്കാം. പക്ഷേ രാമഭദ്രൻ നമ്പൂതിരിക്ക് കൈ ഉയർത്താൻ കഴിഞ്ഞില്ല. ചെകിടം തടവി നിന്നപ്പോൾ കുറുപ്പിന് ഓർമ്മിക്കാൻ മാത്രം ഒരു തിരിച്ചടി കൊടുക്കണമെന്ന് രാമഭദ്രൻ തിരുമേനി തീരുമാനിച്ചു. ചെകിട് വേദനിച്ചതിനേക്കാൾ അദ്ദേഹത്തിന് വേദനിച്ചത് ഹൃദയമാണ്. ഇത് ഓർമ്മയിരുന്നോട്ടെ, തമ്മിൽ കണ്ടതിന് തെളിവ്. പക്ഷേ ഇതുകൊണ്ട് തീർന്നുവെന്ന് രാമഭദ്രൻ കരുതേണ്ട. കുറുപ്പ് കാർക്കിച്ചൊന്ന് തൊപ്പിയിട്ട് വഴിയൊഴിഞ്ഞു തിടുക്കത്തിൽ മുന്നോട്ട് നടന്നു തുടങ്ങി. അപ്പോൾ ഏതോ മന്ത്രങ്ങൾ രാമഭദ്രൻ തിരുമേനിയുടെ ചുണ്ടുകളിൽ ഉണർന്ന് കഴിഞ്ഞിരുന്നു. ഒരു നിമിഷാർദ്ധമേ കഴിഞ്ഞുള്ളൂ. കുറുപ്പ് 10 കാതം തികച്ച് നടന്നില്ല. പടക്കം പൊട്ടും പോലെ ഒരു ശബ്ദം കേട്ട് രാമഭദ്രൻ തിരുമേനി തിരിഞ്ഞു നോക്കി. സ്വന്തം ചെകിടം പൊത്തിക്കൊണ്ട് കുറുപ്പ് നിലത്തുനിന്ന് പിടഞ്ഞെണീക്കുന്നു. കത്തുന്ന കണ്ണുകളോടെ തിരിഞ്ഞു നോക്കിയിട്ട് വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങിയ കുറുപ്പിന്റെ ചെകിടത്ത് വീണ്ടും അജ്ഞാത കരങ്ങളുടെ അടിപൊട്ടി. ആ ഭാഗത്തുനിന്ന് ഒരു ചുവട് പോലും മുന്നോട്ട് നീങ്ങാൻ കുറുപ്പിന് കഴിയുന്നില്ല. അപമാനവും കോപവും രൗദ്രമാക്കിയ കുറുപ്പിന്റെ ശരീരം ആകമാനം വിറച്ചു. രാമഭദ്രൻ തിരുമേനിയുടെ ചുണ്ടുകളിൽ ആ പുഞ്ചിരി അപ്പോഴും ഉണ്ടായിരുന്നു. കുറുപ്പിനിപ്പോൾ മനസ്സിലായി കാണുമല്ലോ എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന്. അങ്ങ് സ്വന്തം കൈകൊണ്ടെന്റെ മുഖത്തടിച്ചു. ഞാനത് ചെയ്തില്ലല്ലോ. ഇതിപ്പോൾ നമ്മൾ രണ്ടാളും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ.
ഒരു ഓർമ്മയ്ക്ക് കുറുപ്പിനതിരുന്നോട്ടെ. ആ, ഇനി ഏതായാലും ആ വഴിയെ മുന്നോട്ട് പോകണ്ട, തിരിച്ച് തറവാട്ടിലേക്ക് പൊയ്ക്കോളൂ. എന്റെ ഉപാസനാമൂർത്തി കോപിച്ചിരിക്കുകയാണ്. എന്നെ ഉപദ്രവിക്കുന്നത് അവർക്ക് അവരെ ഉപദ്രവിക്കുന്നത് പോലെയാണ്. മൂർത്തികളുടെ സ്വഭാവം അങ്ങേക്കും അറിയാവുന്നതാണല്ലോ. കുറുപ്പിന്റെ കത്തുന്ന കണ്ണുകളിൽ നിന്ന് അഗ്നി ചിതറി. അയാൾ തന്നെ നോക്കി ദഹിപ്പിക്കാൻ പോവുകയായിരിക്കും. രാമഭദ്രൻ തിരുമേനി പുഞ്ചിരിച്ചു. എങ്കിൽ രാമഭദ്ര, ഞാൻ തിരിച്ചു പോവുകയാണ്. ഇനി ഞാനിത് വഴി വരും വരെ താനിവിടെ തന്നെ ഇങ്ങനെ നിൽക്ക്. എന്റെ പാടത്ത് കാക്ക കയറാതെ നോക്ക്. കുറുപ്പ് പിന്തിരിഞ്ഞ് നടന്നു. രാമഭദ്രൻ തിരുമേനിയുടെ കാലുകൾ മണ്ണിലുറച്ചു. ഒരു ചുവട് ചലിക്കാൻ കഴിയുന്നില്ല. രാമഭദ്രൻ തിരുമേനി പതറിയില്ല. ഒരു ബന്ധന മന്ത്രത്തിലൂടെ കുറുപ്പ് തന്നെ ബന്ധിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് പിടികിട്ടി. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ശരിയായ ഒരു നടപടിയല്ലല്ലോ കുറുപ്പേ. അങ്ങുകൂടി നിൽക്ക്, രണ്ടുപേർക്കും കൂട്ടാകുമല്ലോ. കുറുപ്പ് മുന്നോട്ട് വയ്ക്കാൻ വലതുകാൽ ഉയർത്താൻ തുടങ്ങിയ നിമിഷമായിരുന്നു അത്. ആ കാൽ അങ്ങനെ തന്നെ നിന്നു, ഒറ്റക്കാലിൽ, മുന്നോട്ട് നടക്കാനാവാത്ത മട്ടിൽ. താൻ വീണ്ടും പരാജിതനാവുകയാണെന്ന് കുറുപ്പറിഞ്ഞു. ഒറ്റക്കാലിൽ നിന്ന് വിഷമിച്ച കുറുപ്പ് രാമഭദ്രൻ തിരുമേനിയുടെ മാന്ത്രിക കെട്ടടിച്ചു. ആ നിമിഷം അദ്ദേഹം തിരിച്ചും അങ്ങനെ തന്നെ ചെയ്തു. പ്രതിയോഗിയായാലും ഒരു നിമിഷം പോലും കൂടുതൽ ശിക്ഷ കൊടുക്കരുതെന്ന് അദ്ദേഹം കരുതുന്നു. അവിടെ നിന്ന് പാഞ്ഞു വന്നതാണ് എട്ടുവീട്ടിൽ തറവാട്ടിലേക്ക്. തുറന്ന യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി പിന്മാറുന്നത് ശരിയല്ല. എന്ത് വില കൊടുത്തും രാമഭദ്രനെ നശിപ്പിച്ചേ തീരൂ. കുറുപ്പ് പ്രതിജ്ഞയെടുത്തു. പൂജാമുറിയിൽ കടന്ന് ആ പ്രതിജ്ഞ ഒന്നുകൂടി പുതുക്കുകയും ചെയ്തു. പൂമുഖത്തൊരു ചാരുകസേരയിൽ ഓരോന്നാലോചിച്ചുകൊണ്ട് കുറുപ്പ് കിടന്നു. ചുറ്റും അന്തിവെയിലിന്റെ സുവർണധൂളികൾ ചിതറിക്കിടക്കുന്നു. ഒരു സായാഹ്നം കൂടി. പടിപ്പുരയ്ക്ക് പുറത്ത് ആരുടെയോ ഉച്ചത്തിലുള്ള സംസാരം കേൾക്കുന്നു. കുറുപ്പത് ശ്രദ്ധിച്ചു. അതെന്തെന്നറിയാതെ ഇനി സമാധാനമില്ല. കുറുപ്പെണീറ്റു. വസ്ത്രം മാറി ധരിച്ചു പുറത്തിറങ്ങി. പടിപ്പുര ഇറങ്ങേണ്ടി വന്നില്ല. പെട്ടെന്ന് കുറുപ്പ് നിന്നു. ആശ്രിതരിൽ ഒരുവൻ ഓടിക്കിതച്ചെത്തുന്നു. കുറുപ്പേമാനെ, അപകടം! അവൻ തിരിച്ചു വന്നിരിക്കുന്നു. ആശ്രിതൻ കിതച്ചു. കുറുപ്പിന്റെ പുരികങ്ങൾ വളഞ്ഞു. അത് പറഞ്ഞത് മനസ്സിലാക്കാത്തതിന്റെ ലക്ഷണമാണെന്ന് അയാൾക്കറിയാം. ആ ദേവനാരായണൻ നമ്പൂതിരിയുടെ മകനില്ലേ, വർഷങ്ങൾക്ക് മുമ്പ് ഒളിച്ചോടിപ്പോയവൻ? കുറുപ്പ് അദ്ദേഹത്തിന്റെ കണ്ണ് വെട്ടിച്ചല്ലേ അന്നവൻ കടന്നുപോയത്. എന്താണ് അവന്റെ പേരെന്ന് ഞാൻ മറന്നു. വിഷ്ണു. കുറുപ്പിന്റെ ചുണ്ടുകൾ ചലിച്ചു. അറിയാതെ ആ ശബ്ദം പുറത്തേക്കണയുകയായിരുന്നു. അയാളുടെ നെറ്റിയിൽ ചുളിവുകൾ വീണു. കണ്ണുകൾ കുറുകി. മറന്നു കിടന്നതെന്തോ മനസ്സിൽ തികട്ടിപ്പൊന്തി. ഒരു നിമിഷമേ ആ ഭാവം നിലനിന്നുള്ളൂ. അടുത്ത നിമിഷം വല്ലാത്തൊരു ഉൾപുഞ്ചിരി കുറുപ്പിന്റെ ചുണ്ടുകളുടെ ഓരത്ത് വന്നു നിന്ന് വിറച്ചു. ഒരിക്കൽ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ തന്റെ പ്രതികാരത്തിന്റെ അവസാനം ഇനിയാണോ പൂർണ്ണമാകാൻ പോകുന്നത്? മരിക്കാൻ തന്നെ വീണ്ടും ഈ ഗ്രാമത്തിലേക്ക് വന്നുവെന്നോ? വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത് ശരിയാണെങ്കിൽ വളരെ കാലമായി ഉപയോഗിക്കാതിരുന്ന മന്ത്രങ്ങളെല്ലാം കൂടുതൽ തിളക്കത്തോടെ പുറത്തെടുക്കാൻ സമയമായിരിക്കുന്നു. കുറുപ്പേമാനോട് പകരം ചോദിക്കാനാണവൻ വന്നിരിക്കുന്നതെന്ന് അവിടെയൊക്കെ എല്ലാവരും പറയുന്നു. ആശ്രിതൻ തുടർന്നു. കുറുപ്പ് ഉറക്കെ ചിരിച്ചുപോയി. പരിഹാസത്തിന്റെ മൂർച്ചയുള്ള ശബ്ദം. അതെന്താടാ, അവൻ ദൈവാവതാരമെടുത്താണോ വന്നിരിക്കുന്നത്? കുറുപ്പ് ഒരു തമാശ ചോദിച്ചു. ഇത്ര കാലവും ഏതോ മാന്ത്രികന്റെ അടുത്ത് പഠിക്കുകയായിരുന്നത്രേ. അങ്ങയേക്കാൾ മാന്ത്രികമായി പഠിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് എല്ലാവരും പറയുന്നു. കണ്ടാലും ഒരു മാന്ത്രികന്റെ ലക്ഷണമുണ്ട്. ചെറുപ്പക്കാരനായ ഒരു സന്യാസി. വലിയ അത്ഭുതങ്ങൾ കാട്ടാൻ കഴിവുണ്ടത്രേ. അയാളെ തുടരാൻ കുറുപ്പ് അനുവദിച്ചില്ല. ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ട് വന്ന് വീമ്പിളക്കുന്നു ഏഭ്യൻ. ആശ്രിതനെ കുറുപ്പ് മുന്നിൽ നിന്ന് ഓടിച്ചു. ഏതായാലും ഇപ്പോൾ പുറത്തേക്ക് പോകണ്ടെന്ന് അയാൾ തീരുമാനിച്ചു. വിഷ്ണുവിനെ കുറിച്ച് കുറച്ചുകൂടി അറിയാനുണ്ട്. വർഷങ്ങൾക്ക് ശേഷമുള്ള ആദ്യ ദർശനത്തിൽ തന്നെ ഓർമ്മിച്ചിരിക്കാൻ തക്ക എന്തെങ്കിലും അവന് നൽകേണ്ടേ? കുറുപ്പ് നേരെ പൂജാമുറിയിലേക്കാണ് കയറിയത്. അടുത്ത ദിവസം വൈകിട്ടാണ് വീണ്ടും പുറത്തേക്കിറങ്ങാൻ കുറുപ്പ് തീരുമാനിച്ചത്. കവല വരെ ഒന്ന് നടന്നു കളയാം. ആ നടത്തത്തിന് ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നു. കവല വരെ നടക്കേണ്ടി വന്നില്ല. വയൽ വരമ്പ് അവസാനിക്കും മുമ്പേ കുറുപ്പിനെതിരെ ഒരാൾ നടന്നു വന്നു. അലസഗമനായി ഒരു ചെറുപ്പക്കാരൻ, കാവിയുടുത്ത ഒരു യുവയോഗി. കുറുപ്പ് നിന്നു. അയാളുടെ കണ്ണുകളിൽ വന്യമായ ഒരു ഭാവം പുനർജനിച്ചു. വിഷ്ണു, വിഷ്ണു നാരായണൻ. തന്റെ ശത്രു ഇതാ തൊട്ടരികിൽ. കിഴക്കൻ മലകളിൽ നിന്നുറവെടുത്തു വന്ന ഒരു ചൂളക്കാറ്റ് വയലിൽ വിരണ്ടോടി. അന്തിവയിൽ പെട്ടെന്ന് മങ്ങിയതുപോലെ തന്റെ ശത്രു ഇതാ തൊട്ടരികിൽ. നിമിഷങ്ങൾ സ്തംഭിച്ചങ്ങനെ നിൽക്കുകയാണ്. വയൽ സാമ്രാജ്യത്തിന്റെ ഇരു കരങ്ങളിലും അസംഖ്യം ജനങ്ങൾ ആ നിമിഷം ഉറ്റുനോക്കി നിന്നു. കുറുപ്പും വിഷ്ണുവും കണ്ടുമുട്ടുന്നു. 10 വർഷങ്ങൾക്ക് ശേഷം അവർ നേർക്കുനേരെ നടക്കുകയാണ്. എന്തുതന്നെ സംഭവിക്കില്ല.
വിഷ്ണുവിന്റെ തിരിച്ചുവരവ് കുറുപ്പിനോടുള്ള പ്രതികാരത്തിന് തന്നെയാണെന്ന് തീർച്ചയുണ്ട്. അതേക്കുറിച്ച് ഇവനൊന്നും വ്യക്തമായി പറഞ്ഞില്ലെങ്കിലും പണ്ടൊരിക്കൽ പറഞ്ഞതാരും മറന്നിട്ടില്ല. പക്ഷേ അവനെ കണ്ടാൽ ക്രൗര്യത്തിന്റെ ഒരു കടലിൽ ഒളിപ്പിച്ച മനസ്സിന്റെ ഉടമയാണെന്നാരും പറയില്ല. ഒരു യുവയോഗി തന്നെ. ചൈതന്യം തുടിച്ചു നിൽക്കുന്ന മിഴികൾ, വളർന്നു നീണ്ട മുടിയും താടിയും, കഴുത്തിൽ 2 മടക്ക് രുദ്രാക്ഷമാല. എന്തൊരു ഐശ്വര്യമാണെന്നോ ആ മുഖത്തേക്ക് നോക്കിയാൽ. 10 വർഷങ്ങൾ അവന് സമ്മാനിച്ച മഹത്വം. ഈശ്വര ചൈതന്യമല്ലേ മുഖത്ത്, സാക്ഷാൽ ഈശ്വരനെ പോലെ. കുറുപ്പ് അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ വിഷ്ണു നിന്നു. വരമ്പിന് വഴിയൊഴിഞ്ഞ് കടന്നു പോകാനുള്ള സൗകര്യമുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അവന്റെ മുഖത്ത് കോപത്തിന്റെ ലാഞ്ചനയെങ്കിലും ഉണ്ടായിരുന്നില്ല, വല്ലാത്തൊരു തേജസ് മാത്രം. പക്ഷേ 8 വീട്ടിൽ കുറുപ്പിന്റെ കണ്ണുകൾ കോപത്തിന്റെ കനലെരിയുന്നു. കൂട്ടുപുരികങ്ങൾ തമ്മിൽ പിണയുന്നു. അവൻ ആ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. കാലം അത്രമേൽ മാറ്റങ്ങൾ സമ്മാനിക്കാത്ത ഉടലാണ് അദ്ദേഹത്തിൻ്റെത്. തന്റെ ദർശനമാത്രയിൽ വിറകൊള്ളുകയാണ് അദ്ദേഹമെന്ന് വിഷ്ണു അറിഞ്ഞു. വിഷ്ണുവിന്റെ ചുണ്ടിന്റെ ഓരത്ത് ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു, വിഷാദമധുരമായൊരു മന്ദഹാസം. ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് വർഷങ്ങളെത്ര വേണ്ടി വന്നു വിഷ്ണു ഓർക്കുകയായിരുന്നു. അവന്റെ മനസ്സിലൂടെ ഭൂതകാലം ഒരു മഹാപ്രവാഹം പോലെ ഒഴുകി വന്നു. പിറന്നു വീണ ഈ മണ്ണിൽ നിന്ന് ഒരു കുറ്റവാളിയെ പോലെ പലായനം ചെയ്യേണ്ടി വന്നവനാണ് ഞാൻ. ഇതാ മുന്നിൽ നിൽക്കുന്ന ഈ മനുഷ്യനാണിതിന് കാരണം അല്ലേ? അദ്ദേഹത്തെ പേടിച്ചാണ് താൻ ഓടി ഒളിച്ചത്. ഈ നിമിഷാർത്ഥത്തിൽ വേണമെങ്കിൽ 8 വീട്ടിൽ തറവാട്ടിലെ മഹാമാന്ത്രികനെ തകർത്ത് തരിപ്പണമാക്കാം. പക്ഷേ തനിക്കത് ചെയ്യാൻ കഴിയില്ല. പ്രതികാരം ചെയ്യാൻ മാത്രം ഒരു മടക്കയാത്ര പ്രതീക്ഷിച്ചാണ് താൻ ഈ മണ്ണിൽ നിന്ന് പലായനം ചെയ്തത്. കുറുപ്പിനേക്കാൾ വലിയൊരു മാന്ത്രികനെയും നിലംപരിശാക്കാൻ പോന്ന വിദ്യകൾ അഭ്യസിക്കുകയും ചെയ്തു. പക്ഷേ മടങ്ങിയെത്തും മുൻപേ തന്റെ മനസ്സ് മാറിപ്പോയിരിക്കുന്നു. സ്വന്തം ജന്മം ദൈവത്തിൽ അർപ്പിച്ചിരിക്കുന്ന യോഗിയാണ് താൻ. ഒരു യോഗിയുടെയും നിയോഗം പ്രതികാരമല്ല. തനിക്ക് പ്രതികാരം ചെയ്യാൻ കഴിയില്ല. കുറുപ്പിനോടൊന്നല്ല, ഈ ലോകത്തൊരു ജീവജാലത്തോടും പ്രതികാരം വയ്യ. ഒരിക്കൽ കുറുപ്പിനോട് പ്രതികാരം ചെയ്യുക എന്നത് മാത്രമാണ് ജന്മലക്ഷ്യമെന്ന് വിശ്വസിച്ചിരുന്നു. ശ്രീധര ഗുരുവിന്റെ അഭയം പ്രാപിച്ചപ്പോഴും ആ ഒരൊറ്റ വിശ്വാസമേ ഉണ്ടായിരുന്നുള്ളൂ. ജലപാനം പോലുമില്ലാത്ത ദിനരാത്രങ്ങൾ ഏകാഗ്രതയോടെ ഒഴിഞ്ഞുവെച്ചതും അതിനുവേണ്ടി മാത്രമായിരുന്നു. പക്ഷേ ഗുരു അല്ല, തന്റെ ഈശ്വരൻ പ്രതികാരത്തിലും വലുത് ചിലതുണ്ടെന്ന് പഠിപ്പിച്ചു തന്നു. കുറുപ്പിനെ തകർക്കുന്നത് കൊണ്ട് തന്റെ പ്രതികാരം പൂർത്തിയാവുന്നില്ല. ആ തറവാട് പൂർണ്ണമായും നശിപ്പിക്കാനും തനിക്കിന്ന് കഴിയും. അതുകൊണ്ട് പക്ഷേ താനെന്ത് നേടും? അമ്മയും അച്ഛനും ഹരിയേട്ടനും പ്രമീള ചേച്ചിയും കാർത്തിക ചേച്ചിയും അവരെല്ലാം പിടഞ്ഞു മരിച്ചത് തന്റെ കൺമുന്നിൽ വെച്ചാണ്. ആ 5 മനുഷ്യ ജീവിതങ്ങളുടെ വില ഇയാളെ വകവരുത്തിയത് കൊണ്ട് തനിക്ക് നേടിത്തരുമോ? പ്രതികാരം മനുഷ്യൻ ചെയ്യേണ്ടതല്ല. മനുഷ്യനത് ചെയ്യാൻ അനുവാദവുമില്ല. ഒരിക്കൽ ഗുരു ഉപദേശിച്ചു, കോപിക്കാൻ ഇവിടെ എന്താ ഉണ്ടായേ? അങ്ങേക്ക് കടന്നു പോകാൻ വഴിയൊഴിഞ്ഞു തന്നല്ലോ. അങ്ങാരാണെന്ന് എന്നെപ്പോലെ അറിയാവുന്നവർ ഈ നാട്ടിൽ ആരുണ്ട്? ഞാൻ തറവാട്ടിൽ വന്ന് അങ്ങേ കാണണമെന്ന് ആഗ്രഹിച്ചു. അങ്ങോട്ടായി തന്നെ ഇറങ്ങി തിരിച്ചതുമാണ്. വിഷ്ണുവിന്റെ മധുരമായ സംഭാഷണം, എത്ര ദീപ്തമായ ശബ്ദം! ആ വിനയം അറിവിൽ നിന്നുണ്ടായതാണെന്ന് കുറുപ്പ് നനച്ചില്ല. അതുതന്നെ അവൻ കൊച്ചാക്കാൻ പറഞ്ഞതാണെന്നേ അയാൾ കരുതിയുള്ളൂ. കുറുപ്പിന്റെ കോപം ഇരട്ടിച്ചു. ഇല്ലടാ, നീ എന്നെ അറിഞ്ഞിട്ടില്ല. അറിയാറാകും മുൻപേ ഒരു ഭീരുവിനെ പോലെ ഓടിയില്ലേ? പക്ഷേ ഇത്തവണ നീ എന്നെ ശരിക്കറിയും. വേണമെങ്കിൽ ഇതാ ഈ നിമിഷം. അയാൾ വരമ്പിൽ നിന്ന് വിറയ്ക്കുകയാണ്. വേണ്ട കുറുപ്പങ്ങത്തെ, അങ്ങെന്തെങ്കിലും പ്രവർത്തിച്ചാൽ അത് ഇതുവരെ നടപ്പായിട്ടുണ്ട്. ഇപ്പോഴിതാ വളരെ പേർ നമ്മെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ചെയ്യുന്നത് ഫലിക്കാതെ പോകുന്നത് തീർച്ചയായും അങ്ങേക്ക് അപമാനമാകില്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ മന്ത്രവിദ്യകൾ പഠിച്ചത് അങ്ങേ പ്രതി മാത്രമാണ്. പക്ഷേ ഞാൻ അന്നോർത്ത പ്രതികാര നടപടികൾ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. അങ്ങേക്ക് അങ്ങയുടെ പാട്, എനിക്കെന്റെ വഴി. എന്നെ ഒരു പ്രതിയോഗിയായി കാണരുതെന്നൊരപേക്ഷ മാത്രമേ ഇന്നുള്ളൂ. ഛായ്, ദേവനാരായണന്റെ പുത്രൻ നമുക്ക് സൗജന്യം അനുവദിച്ചു തരികയോ? ഭേഷായി. 8 വീട്ടിൽ തറവാടിന് വില പറയാൻ മാത്രം ധിക്കാരം വളർന്നോട നിനക്ക്? ധിക്കാരം ഒട്ടുമില്ല കുറുപ്പങ്ങത്തെ, അപേക്ഷയേ ഉള്ളൂ. അങ്ങിപ്പോൾ പോകണം. എനിക്ക് അങ്ങയെ കാണണമെങ്കിൽ തറവാട്ടിൽ വരാനറിയാം. ഞാനവിടെ വന്ന് കണ്ടുകൊള്ളാം. ഞാൻ വരികയും ചെയ്യും. വരരുതെന്ന് പറയാൻ അങ്ങയ്ക്കാകുമോ? എന്താത്, നീ നമ്മെ പരീക്ഷിക്കുവാണോ? എന്റെ തറവാടിന്റെ പടിച്ചവട്ടാൻ നീ ഇനി ജന്മമത്ര കഴിയണം. ഏഭ്യന്മാർക്ക് തുറന്നു കൊടുക്കാനുള്ളതല്ല 8 വീട്ടിൽ തറവാടിന്റെ വാതിൽ. വേണ്ട, ഏഭ്യന്മാർക്ക് വേണ്ടി വാതിൽ തുറക്കരുത്. മനുഷ്യർക്ക് വേണ്ടിയാകാമല്ലോ. മനുഷ്യനെ ഏഭ്യനായും ഏഭ്യനെ മനുഷ്യനായും കാണുന്നതായിരുന്നു പണ്ടും അങ്ങേക്കിഷ്ടം.
ഈ 10 കൊല്ലം അങ്ങയ്ക്കൊരു മാറ്റവും വരുത്തിയില്ലല്ലോ, കഷ്ടമായിപ്പോയി. ഒരു സാധാരണ ദുരന്തത്തോടുള്ള പ്രതികരണം പോലെയായിരുന്നു വിഷ്ണുവിന്റെ വാക്കുകൾ. അവന്റെ കണ്ണുകൾ വയലിന്റെ ഇരു കരങ്ങളിലും നിന്ന മനുഷ്യരുടെ മേൽ പതിഞ്ഞു. കുറുപ്പ് തന്നെ മനസ്സിലാക്കുന്നില്ലെന്നറിയാം. എങ്ങനെയും ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കുകയും വേണം. കുറുപ്പ് ഏത് ദുർമൂർത്തിയെയും ഏത് വേഷം കെട്ടി ആനയിച്ചാലും താൻ തളരില്ലെന്ന് തീർച്ചയുണ്ട്. അത് പക്ഷേ 4 പേരുടെ മുന്നിൽ വെച്ച് വേണ്ട. 8 വീട്ടിൽ മാന്ത്രികന്റെ പദവിക്ക് താനായിട്ടൊരു മങ്ങൽ വരുത്തേണ്ട. നാട്ടുകാരുടെ ധാരണകൾക്ക് പിഴവ് പറ്റണ്ട. അങ്ങത്തെ ഞാൻ പോകുന്നു. ഒരു കാഴ്ച കാണാനായി നിൽക്കുന്നവരെ നിരാശപ്പെടുത്തുന്നത് തന്നെയാണ് നല്ലത്. നമുക്ക് വീണ്ടും കാണണം. വിഷ്ണു പെട്ടെന്ന് കുറുപ്പിന് വഴിമാറി മുന്നോട്ടു പോയി. തിരിഞ്ഞു നോക്കാതെ കൂസലില്ലാതെയുള്ള നടപ്പ് അത് കുറുപ്പിനെ പിടിച്ചില്ല. ധിക്കാരം മുഴുത്തിരിക്കുന്നു. ഇവനെ വെറുതെ വിടാൻ പറ്റില്ല. കുറുപ്പ് അങ്ങനെയാണ് ചിന്തിച്ചത്. പോരെങ്കിൽ ഒരു ഏറ്റുമുട്ടൽ കാണാൻ ധാരാളം ആൾക്കാരും. താൻ വെറുതെ നടന്നു പോയാൽ അവന്റെ മുന്നിൽ തോറ്റു തുന്നമ്പാടി പോവുകയാണെന്നല്ലേ അവർ കരുതൂ. അത് പാടില്ല. കുറുപ്പെന്നും കുറുപ്പ് തന്നെയാണ്. പോരെങ്കിൽ ഇതുപോലൊരവസരം എപ്പോഴും കിട്ടിയെന്ന് വരില്ല. പ്രതിയോഗിയായി വിഷ്ണു മടങ്ങി വന്നിരിക്കുന്നു എന്നല്ലേ കേട്ടത്. ഇത്ര കാലവും അങ്ങനെ ഒരാൾ ഇല്ലാതിരുന്നതിന്റെ ഒരു കുറവുണ്ടായിരുന്നു. ശ്രീധര ഗുരുവിന്റെ പക്കൽ നിന്ന് എന്തോ ചിലത് പഠിച്ചു കാണും. ആ തന്റെ ഇടം പ്രദർശിപ്പിക്കാനുള്ള വരവായിരിക്കും ഇവന്റേത്. ശ്രീധര ഗുരുവാര് കുറുപ്പാര് എന്ന് ഇവനെ മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണം. വിഷ്ണു അകന്നു കഴിഞ്ഞു. കാവി വസ്ത്രധാരിയായി കൂസലില്ലാതെയുള്ള ആ പോക്ക് കുറുപ്പിനെ വിറളി പിടിപ്പിച്ചു. ഒരിക്കൽ തന്നെ പേടിച്ചോടിയവൻ തന്റെ മുന്നിലൂടെ കയ്യും വീശി, ദേവനാരായണന്റെ മോന് ഈ ധൈര്യം വേണ്ട, തന്റെ മുന്നിൽ ഒട്ടും വേണ്ട. കുറുപ്പ് വയൽ വരമ്പിൽ തിരിഞ്ഞു നിന്നു. അയാളുടെ കണ്ണുകൾ അഗ്നിഗോളങ്ങളായി. കൂട്ടുപുരികങ്ങൾ വൈരാഗ്യത്തോടെ തമ്മിൽ തല്ലി. ശത്രു സംഹാര മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് കുറുപ്പ് കുനിഞ്ഞ് വരമ്പിൽ നിന്നൊരു പിടി പുല്ല് പറിച്ചെടുത്തു. ഒരു നിമിഷം ധ്യാനിച്ച് ആ പുല്ല് വയലിലേക്ക് ചൊരിഞ്ഞു. പെട്ടെന്ന് പ്രകൃതിയായൊന്ന് ഇരുണ്ടു. കാലം തെറ്റി ചക്രവാളത്തിൽ ഒരിടി മുഴങ്ങി. കൊയ്ത്തു കഴിഞ്ഞ വയലിൽ നിന്നൊരു ഹുങ്കാരത്തോടെ ചുഴലിക്കാറ്റൊന്ന് രൂപം കൊണ്ടു. കുറുപ്പ് ഉറക്കെ ചിരിച്ചു. ശബ്ദമൊട്ടും കുറയാത്ത പഴയ അതേ അട്ടഹാസം. ഇരു കരകളിലും നിന്നവർ ആ കാഴ്ച കണ്ടു. പിന്നിലേക്ക് ഒതുങ്ങി. ഇതാ ദുരന്തം തൊട്ടു മുന്നിൽ. പ്രതീക്ഷിച്ചതുപോലെ സംഭവിക്കാൻ പോകുന്നു. കുറുപ്പിന്റെ പൊട്ടിച്ചിരി കേട്ടപ്പോൾ വിഷ്ണു തിരിഞ്ഞു നോക്കി. അവന്റെ ചുണ്ടത്തെ പുഞ്ചിരിയൊന്ന് മങ്ങി. പാവം കുറുപ്പ്, വിഷ്ണു മന്ത്രിച്ചു. ആ വയലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് അടുത്ത ക്ഷണം ഒരു മതയാനയുടെ രൂപം പൂണ്ടത് നിമിഷം കൊണ്ടായിരുന്നു. കുറുപ്പിന്റെ മാന്ത്രിക മതയാന. ആനയുടെ ചിഹ്നം വിളി ഭഗവതീപുരം ഗ്രാമത്തിന്റെ 4 അതിരുകൾക്കും അപ്പുറത്തേക്ക് കടന്നുപോയി. ദിഗന്ധങ്ങൾ നടുങ്ങി വിറച്ചതുപോലെ വേലിച്ചീളുകൾ വിറങ്ങലിച്ചു നിന്നു. വയൽക്കാറ്റ് വിരണ്ടോടി. ഇതാ കുറുപ്പ് പഴയ കുറുപ്പായിരിക്കുന്നു. കുറുപ്പിന്റെ മാന്ത്രിക സിദ്ധി ശത്രുവിനെതിരെ വീണ്ടും സടകുടഞ്ഞെണീക്കുന്നു. വിഷ്ണു തന്റെ നേരെ പാഞ്ഞെടുക്കുന്ന കൊലയാനയുടെ നേരെ തിരിഞ്ഞു നിന്നു. ശത്രു വിരണ്ടോടുമെന്ന് ധരിച്ച കുറുപ്പിന് കിട്ടിയ ആദ്യ പ്രഹരം അതായിരുന്നു. പാഞ്ഞു വന്ന മതയാന രൂപിയായ ദുർമൂർത്തി വിഷ്ണുവിന്റെ മുന്നിലെത്തി നിന്നു. വിഷ്ണു പുഞ്ചിരിയോടെ നിൽക്കുകയാണ്. ഭയം ലേശം പോലും അവന്റെ ഉള്ളിൽ അങ്കുരിച്ചതേയില്ല. ആന കണ്ണുകളിലേക്ക് അവനൊന്ന് സൂക്ഷിച്ചു നോക്കി. മനസ്സിൽ മലരുപോലെ വിരിയുന്ന സന്മന്ത്രവാദത്തിന്റെ ഇതളുകൾ ചുണ്ടോരം വരെ വന്നില്ല. അതിനു മുമ്പേ ഫലസിദ്ധി. കൊലയാന ഒന്ന് ചിഹ്നം വിളിച്ചു. തുമ്പിക്കൈ ഉയർത്തി വണങ്ങും പോലെ ഒരു ഞൊടിയിട നിന്നു. പിന്നെ വരണ്ടുണങ്ങിയ വയലിൽ കൊമ്പുകൾ കുത്തി ഒരു ദണ്ഡ നമസ്കാരം. കുറുപ്പിന്റെ കണ്ണുകൾക്ക് തിമിരം ബാധിച്ചതുപോലെയായി. തന്റെ കണക്കുകൂട്ടലുകൾ തെറ്റുകയാണോ? എടുത്തുചാട്ടം അപകടത്തിലായോ? താനെന്താണീ കാണുന്നത്? സംഹരിക്കാൻ പറഞ്ഞു വിട്ടവൻ നമസ്കരിച്ചു നിൽക്കുകയോ? അസാധ്യം, അസാധ്യം. അപ്പോൾ പുറത്തു പറയുന്നതിൽ കാര്യമുണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ശ്രീധരഗുരു ഇവനെ എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞുവോ? ആനയുടെ പ്രകടനം കാണാൻ നിന്ന ജനസമുദ്രം ഇരമ്പി. വിഷ്ണുവിന്റെ മുന്നിൽ ആന കൊമ്പുകുത്തിയ നിമിഷം അവർ ആർത്ത് വിളിച്ചു. മഹാമാന്ത്രികനായ കുറുപ്പ് പറഞ്ഞുവിട്ട ദുർമൂർത്തി വിഷ്ണുവിന്റെ മുന്നിൽ മുട്ടുകുത്തി. കുറുപ്പിനേക്കാൾ വലിയവനായി സിദ്ധിയുള്ളവനായി വിഷ്ണു വളർന്നിരിക്കുന്നു. 8 വീട്ടിൽ തറവാട്ടിലെ മഹാമാന്ത്രികനേക്കാൾ വലിയ മാന്ത്രികൻ. ഓൻ മിടുക്കനാ. അവൻ വലിയ മാന്ത്രികനായിട്ടാ മടങ്ങി വന്നിരിക്കുന്നേ. നാട്ടുകാരിൽ ചിലർ അടക്കം പറഞ്ഞു. എന്നാൽ അത് കുറുപ്പദ്ദേഹത്തിന്റെ കഷ്ടകാലത്തിനാ. വിഷ്ണുവിന്റെ കുടുംബത്തെ ഒന്നായി തുലച്ചത് അയാൾ ഒരുത്തനല്ലേ. അനുഭവിച്ചോളും. മുട്ടുകുത്തി നിൽക്കുന്ന മതയാനയോട് വിഷ്ണു എന്തോ മന്ത്രിച്ചെന്ന് തോന്നി. ആന ഒരിക്കൽ കൂടി ചിഹ്നം വിളിച്ചു. അടുത്ത ക്ഷണം ആ ജന്തു കുറുപ്പിന് നേരെ തിരിഞ്ഞോടാൻ തുടങ്ങി. ശത്രുപതനം കാണാൻ കാത്തിരുന്ന കുറുപ്പ് ഉത്കടമായി നടുങ്ങി. ആകെ വിളറി.
വിവശനായി വരമ്പിൽ തന്നെ നിശ്ചേതനായി നിന്നുപോയ നിമിഷങ്ങൾ. അടുത്ത നിമിഷം കുറുപ്പ് ഓടാൻ തുടങ്ങി. താൻ സൃഷ്ടിച്ച ദുർമൂർത്തിയെ അടക്കാൻ ശ്രമിക്കാതെ ഒരു പലായനം. വേണ്ട സമയത്ത് ഉപയോഗിക്കേണ്ട മന്ത്രങ്ങൾ മറന്നുപോയത് പോലെ. നാട്ടുകാർ ആർത്തു ചിരിച്ചു. വിഷ്ണു ഒരു മന്ത്രം ചൊല്ലി. കരിവീരന്റെ നേരെ വലതുകൈ ഉയർത്തി. ആന നിശ്ചലം നിന്നു. കുറുപ്പങ്ങത്തെ, ഓടാതെ. ഈ അപകടത്തിൽ നിന്ന് അങ്ങയെ രക്ഷിക്കാൻ ഇപ്പോൾ എനിക്കേ കഴിയൂ. ഞാൻ അങ്ങയെ രക്ഷിക്കാം. പക്ഷേ അങ്ങയുടെ ഒരു മൂർത്തിക്ക് എന്നേക്കുമായി മോക്ഷം കൊടുക്കേണ്ടി വരും. ഞാനത് ചെയ്യട്ടെ. കുറുപ്പ് തിരിഞ്ഞു നിന്നണച്ചു. ആ കണ്ണുകളിൽ കോപത്തിന്റെ അഗ്നിനാളം അടങ്ങിയിരുന്നു. കൂട്ടുപുരികങ്ങൾ തമ്മിൽ തല്ലുന്നത് ഇപ്പോൾ പരവശത കൊണ്ടാകാം. തളർന്ന ശരീരത്തിലൂടെ വിയർപ്പ് ചാലുകൾ ഉറവെടുക്കുന്നു. കുറുപ്പിന് വിഷ്ണുവിന്റെ നേരെ നോക്കാൻ കഴിഞ്ഞില്ല. അയാളുടെ തളർന്ന മിഴികൾ താണു. വിഷ്ണു ഒന്നും ശ്രദ്ധിച്ചതേയില്ല. അർദ്ധമിഴികളുമായി അവൻ ഒരു നിമിഷം ധ്യാനിച്ചു നിന്നു. ഇരു കരങ്ങളും വിടർത്തി ആരുടെയോ കരുണയ്ക്ക് കേഴും പോലെ അവൻ ആകാശത്തിലേക്ക് മിഴി തുറന്നു. വയലിൽ നിന്ന് ആ ക്ഷണം ചുഴലിക്കാറ്റ് മടങ്ങി. വഴിമാറിയ തെന്നൽ ഒരാശ്വാസം പോലെ വീശാൻ തുടങ്ങി. കുറുപ്പിന്റെ തൊട്ടടുത്തേക്ക് വിഷ്ണു ചെന്നു. ക്ഷമിക്കണം കുറുപ്പങ്ങത്തെ, ഒന്നും മനഃപൂർവ്വമല്ലെന്ന് അങ്ങയ്ക്ക് അറിയാമല്ലോ. ഞാനിത് ചെയ്തില്ലെങ്കിൽ അപകടം അങ്ങയ്ക്ക് തന്നെയാകുമെന്ന് അറിയാമല്ലോ. ഞാനൊരു ശത്രുവാണെന്ന മനോഭാവം ഇനിയെങ്കിലും അങ്ങയുടെ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കൂ. അങ്ങ് എന്റെ ശത്രുവല്ല. ഞാനങ്ങനെ വിചാരിക്കുന്നുമില്ല. വിഷ്ണു പറയുന്നത് കേൾക്കാനുള്ള സന്മനസ് പോലും കാണിക്കാതെ ക്ഷുഭിതനായി കുറുപ്പ് നിന്നുപോയി. മുഖമൊന്നുയർത്താതെ, ഗൗരവത്തോടെ ഒരു മൂളലെങ്കിലും മറുപടിയായി നൽകാതെ. അല്ലെങ്കിലും വിഷ്ണു അതൊന്നും പ്രതീക്ഷിച്ചതുമില്ല. ആ യാത്ര നോക്കി വിഷ്ണു വെറുതെ നിന്നു. കുറുപ്പ് കണ്ണിൽ നിന്ന് മറഞ്ഞ നേരം അവനും നടക്കാൻ തുടങ്ങി. ദുർഗാക്ഷേത്രമുറ്റത്തെ ആൽത്തറയിൽ വിഷ്ണു ഇരുന്നു. അവന് മുകളിൽ മർമരമുതിർക്കുന്ന ആലിലകൾ. ഒരു ചെറുകാറ്റ് ആപാത ചൂടം തഴുകാനെത്തുന്നു. ഇടത് കൈയിലിരുന്ന ശ്രീധര ഗുരുവിന്റെ യോഗദണ്ഡിൽ അവൻ ഭക്തി പുരസരം തഴുകി. ഇത് ഗുരുവാണ്, ഗുരുവിന്റെ ജീവനാണ്. ഈ ദണ്ട് തന്റെ കയ്യിലേൽപ്പിച്ച നിമിഷം ഗുരു പിന്നിലേക്ക് വീണ് മരിക്കുകയായിരുന്നു. എല്ലാം അദ്ദേഹം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ. അദ്ദേഹത്തിന്റെ അഭിമതം പോലെ തന്നെ ജഡം ചന്ദനശിഖരങ്ങൾ കൊണ്ട് ദഹിപ്പിച്ചു. ഒരു മകനെപ്പോലെ ഉദകക്രിയകൾ നടത്തി. ചിതാഭസ്മം ഗംഗാ സംഗമത്തിൽ ഒഴുക്കി. പിന്നെ മടക്കയാത്ര. ജനിച്ചു വീണ മണ്ണിൽ 10 സംവത്സരങ്ങൾക്ക് ശേഷം കാൽപാദം സ്പർശിച്ചപ്പോൾ കോരിത്തരിച്ചുപോയി. ഹൃദയം തുടിപ്പാട്ട് പാടി. ഭഗവതീപുരത്തിന്റെ ഹൃദ്യമായ നാൽക്കവലയിൽ നിന്ന് ഒന്നുറക്കെ വിളിച്ചു പറയാൻ കൊതിച്ചു. വിഷ്ണുവിത തിരിച്ചു വന്നിരിക്കുന്നു. വിഷ്ണു ഒറ്റയ്ക്ക് നടന്നു. ഒരിക്കൽ എല്ലാവരുടെയും ഭീതിക്കുറവിടമായിരുന്ന സർപ്പക്കാടിന് പിന്നിലൂടെ. ആ സർപ്പക്കാടിനെന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. സർപ്പക്കാടിനെ വലം വെച്ച് വരുന്ന കാറ്റിന്റെ ഹൃദയത്തുടുപ്പിൽ ഒരു തേങ്ങലിന്റെ മർമരമില്ലേ? തന്റെ ചേച്ചിയുടെ നിലവിളിയുടെ മാറ്റൊലി. ഒരു നിമിഷം ആ കാടിന് മുന്നിൽ അവന്റെ പാദങ്ങൾ നിശ്ചലമായി. ഒരു ദീർഘനിശ്വാസത്തോടെ അവൻ വീണ്ടും നടന്നു. അവന്റെ യാത്ര ചെന്നവസാനിച്ചത് ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു മൺകൂനയ്ക്ക് മുന്നിലായിരുന്നു. സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം അത്തരമൊരു മൺതറ ഉണ്ടെന്ന് മനസ്സിലാകും. ചുറ്റും കാട്ടുചെടികൾ വളർന്നു മുറ്റി ചെറിയൊരു സർപ്പക്കാട് പോലെ കിടക്കുകയാണ് തറ. 10 വർഷങ്ങൾക്ക് മുൻപ് കോരിച്ചൊരിയുന്ന മഴയിലേക്ക് താൻ ഇറങ്ങിയോടിയത് ഇതേ തറയിൽ നിന്നാണ്. ആ വേലിക്കെട്ടിൽ നിൽക്കുമ്പോൾ വിഷ്ണു പഴയ 12 വയസ്സുകാരനായി. തന്റെ മിഴിക്കോണുകളിൽ നിന്ന് 2 നീർമുത്തുകൾ നിലത്ത് വീണ് ചിതറാൻ തക്കം പാർത്തിരുന്നു. അവന്റെ ചുണ്ടുകൾ വിതുമ്പലിന്റെ വക്കോളം എത്തിയിരുന്നു. ഇത് തന്റെ പഴയ വീടായിരുന്നു. 12 സംവത്സരങ്ങൾ കഴിഞ്ഞുകൂടിയ വീട്. അച്ഛൻ, അമ്മ, ചേച്ചിമാർ, ഹരിയേട്ടൻ, എല്ലാം കുറുപ്പ് നശിപ്പിച്ചു. അവന്റെ കണ്ണുനീർ മണ്ണിൽ വീണുടഞ്ഞു. വിഷ്ണു ആ പുരയിടത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് നടന്നു. അച്ഛനമ്മമാരും സഹോദരങ്ങളും നിത്യനിദ്ര കൊള്ളുന്ന മണ്ണ്. ആ മൺകൂനകൾക്ക് മുന്നിലെത്തിയപ്പോൾ വിഷ്ണു പൊട്ടിക്കരഞ്ഞുപോയി. തറ പറ്റിയ മൺകൂനകളിൽ കാട്ടുപുല്ലുകൾ വളർന്നു നിൽക്കുന്നു. താൻ ഒരു നോക്കൊന്നു കാണാൻ അവരാരും ഇനി ഒരിക്കലും മിഴി തുറക്കില്ലല്ലോ. അവൻ ആ മൺകൂനകൾക്ക് മുന്നിൽ തൊഴുതു നിന്നു. അച്ഛാ, ഞാനിതാ തിരിച്ചു വന്നിരിക്കുന്നു. നമ്മെ നശിപ്പിച്ച കുറുപ്പിനോട് ഞാനൊരു പ്രതികാരവും ചെയ്യില്ല. എനിക്കത്രയും ക്രൂരനാകാൻ വയ്യച്ഛ. ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ എനിക്ക് കഴിയുന്നില്ല. അവൻ ആ മൺകൂനയ്ക്ക് മുന്നിൽ നമസ്കരിച്ചു. കാട്ടുചെടികളിൽ കുളിരും വിതച്ച് ഒരു ചെല്ലക്കാറ്റ് അപ്പോൾ അവനെ തഴുകാൻ വന്നു. അച്ഛന്റെ ആത്മാവ് അവനെ അനുഗ്രഹിക്കാൻ വന്നാലെന്നോണം. അമ്മയോടും സഹോദരങ്ങളോടും അവൻ മൂകമായി സംസാരിച്ചു. അവരുടെ എല്ലാം ആത്മാവുകൾ തുമ്പികളായും ശലഭങ്ങളായും ആ തൊടികളിൽ അലഞ്ഞു നടക്കുന്നുണ്ടാവണം. അവർ വിഷ്ണുവിനെ തിരിച്ചറിഞ്ഞിരിക്കണം.
കുറച്ചു നേരം കൂടി ആ തൊടിയിൽ നിന്നിട്ട് കണ്ണീർ തുളച്ച് അവൻ തിരിഞ്ഞു നടന്നു ആൽത്തറയിലേക്ക്. നാട്ടിൽ നിൽക്കുന്ന കാലം അത്രയും അരയാൽ തറ തന്നെ താവളമാക്കാനാണ് അവൻ ആഗ്രഹിച്ചത്. പകലെല്ലാം അവിടെ കഴിച്ചു കൂട്ടാം. ദുർഗാദേവിയുടെ ചൈതന്യമുള്ള അത്രയും നല്ലൊരു അന്തരീക്ഷം ഭഗവതിപുരത്തില്ല. രാത്രിയിൽ ക്ഷേത്രത്തിലെ ഊട്ടുപുരയിൽ ചെന്ന് അന്തിയുറക്കം. പലരും തങ്ങളോട് പാർക്കാൻ അവനെ ക്ഷണിച്ചതാണ്. ആ ക്ഷണമത്രയും നന്ദിയോടവൻ നിരസിച്ചു. ഏത് ശ്മശാനത്തിൽ കിടന്നുറങ്ങിയാലും തന്നെ ഭയപ്പെടുത്താൻ കുറുപ്പിന്റെ ദുർമൂർത്തികൾക്ക് കഴിയില്ല. അല്ലെങ്കിൽ ഇനി കുറുപ്പ് തന്നെ ഉപദ്രവിക്കുമെന്ന് കരുതാനാവില്ല. ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ നിന്ന് തന്നെ തന്നെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കും. വിഷ്ണു അങ്ങനെ വിശ്വസിച്ചു. പക്ഷേ കുറുപ്പ് വിശ്വസിച്ചതങ്ങനെയല്ല. കുറുപ്പിനെ വല്ലാത്തൊരവസ്ഥ പിടികൂടിയിരിക്കുന്നു. അന്ന് പാടത്ത് വെച്ചുണ്ടായ സംഭവത്തിന് ശേഷം തറവാട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കുറുപ്പിന് കഴിഞ്ഞില്ല. നാട്ടുകാരൊത്തിരി താൻ ഓടുന്നത് കണ്ടതാണ്. അവരുടെ മുന്നിലൂടെ തലയുയർത്തി നടക്കാൻ കഴിയുന്നതെങ്ങനെ? ആളുകൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തീർച്ചയായിരിക്കുന്നു. ശ്രീധരഗുരുവിന്റെ പക്കൽ നിന്ന് മാന്ത്രിക സിദ്ധികൾ മുഴുവൻ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അവൻ തിരിച്ചു വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ തോൽവി നിശ്ചയമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള യോഗദണ്ഡ് വിഷ്ണുവിന്റെ കയ്യിലുണ്ട്. ആ മാന്ത്രിക ദണ്ഡ് അനന്തരാവകാശികൾക്ക് മാത്രം ലഭിക്കുന്നതാണ്. അപ്പോൾ ഗുരു ഇവനെ മുഴുവൻ മന്ത്രങ്ങളും പഠിപ്പിച്ചെന്ന് തീർച്ച. അങ്ങനെയാണെങ്കിൽ ഗുരു സമാധി അടഞ്ഞു കാണണം. പകരം ഇവനെ കുറുപ്പ് നടുങ്ങി വിറച്ചുപോയി. അത്തരം ഒരു ഓർമ്മ പോലും തന്നെ ഭയപ്പെടുത്തുന്നതാണ്. അവന്റെ ആ ചങ്കൂറ്റം കണ്ടിട്ടും തനിക്കത് നേരത്തെ മനസ്സിലാകാതെ പോയി. ആ ഏറ്റുമുട്ടൽ ഒഴിവാക്കാമായിരുന്നു. അവന്റെ ഈ മടങ്ങിവരവ് തന്നോടുള്ള പ്രതികാരത്തിന് തന്നെയായിരിക്കും, അല്ലാതെ വരില്ല. വിഷ്ണു വാശിയുള്ള ചെറുക്കനാണ്. എത്രയോ തവണ തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടത്. ഇപ്പോൾ സ്ഥിരമായി പരാജയപ്പെടുത്താൻ മടങ്ങി വന്നിരിക്കുന്നു. അതോ തന്റെ കണക്കുകൂട്ടലുകൾ തെറ്റാറില്ല. പക്ഷേ തനിക്ക് അംഗീകരിക്കാൻ മനസ്സില്ല. ഏതായാലും എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കുറുപ്പിന്റെ ചിന്തകൾ സദാ നേരത്തും അതുതന്നെ ആയിരുന്നു. ഇതുവരെ ഉണ്ടാകാത്ത ഒരു പരാജയബോധം സദാ മനസ്സിൽ ഉത്ഭവിച്ചിരിക്കുന്നു. പക്ഷേ അങ്ങനെ ഭയന്നിരിക്കാൻ തന്നെ കിട്ടില്ല. താൻ മാന്ത്രികനാണ്. എട്ടുവീട്ടിൽ തറവാട്ടിലെ മഹാമാന്ത്രികൻ. തറവാടിന്റെ പാരമ്പര്യത്തെ ഇന്നോളം ആരും ചോദ്യം ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു നമ്പൂരി ചേർക്കാൻ വന്നിരിക്കുന്നു. കുറുപ്പിനോടാണവൻ മത്സരിക്കാൻ വന്നിരിക്കുന്നത്. കാട്ടിക്കൊടുക്കാം. ഒരു ഗുരുവിന്റെയും തന്ത്രങ്ങൾ കുറുപ്പിന്റെ മന്ത്രങ്ങളോളം വരില്ല. പകലും രാത്രിയും മിക്കവാറും കുറുപ്പ് പൂജാമുറിയിൽ തന്നെയായിരുന്നു. വളരെ നാളുകളായി സജീവമാകാതെ കിടന്ന പൂജാമുറി സമ്പൂർണ്ണ സജീവമാണിപ്പോൾ. ഉപാസനാമൂർത്തികളെ പ്രീതിപ്പെടുത്തി. അവരാരും പിണങ്ങിയിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തി. ഭർത്താവിന്റെ മനസ്സ് വായിച്ചറിഞ്ഞാലെന്നോണം നെഞ്ചും തിരുമ്മി നടന്ന കുറുപ്പിന്റെ പിന്നിൽ സരസ്വതി അമ്മ മുരടനക്കി. എന്താണാവോ ഇവിടേക്ക് ഈയിടെ ഒരു വല്ലായ്മ പോലെ? ശബ്ദമടക്കി വളരെ മെല്ലെ അവർ ചോദിച്ചു. ആ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. സരസ്വതി അമ്മ ഇതിലിടപെടേണ്ട. കുറുപ്പ് നടത്തം നിർത്തി തിരിഞ്ഞു നിന്നു. ഇടപെടാനല്ല, പറഞ്ഞൂന്ന് മാത്രം. ആ വിഷ്ണു മടങ്ങി വന്നൂന്ന് കേട്ടു. ഇനിയെങ്കിലും അവൻ അവന്റെ പാട്ടിനെ ജീവിച്ചോട്ടെ. ഇനിയും മതിയായില്ലേ? അവനെ ഇനി ഉപദ്രവിക്കരുത്. അത് നാം നോക്കണുണ്ട്. സരസ്വതി അമ്മയ്ക്ക് അകത്ത് പോകാം. ഉത്തരവാണ്, അനുസരിച്ചേ പറ്റൂ. അമ്മ വിഷാദത്തോടെ മടങ്ങുന്നത് കറിക്കരിഞ്ഞുകൊണ്ടിരുന്ന സുഗത കണ്ടു. അവളുടെ ചുടുനെടുവീർപ്പ് മച്ചകത്തിൽ തട്ടി ഇളം കാറ്റിൽ ലയിച്ചു. അനുസരിക്കില്ലാച്ച എന്തു ചെയ്യാനാണ്? ഈയിടെ ദുർനിമിത്തങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പേക്കിനാവും എന്തോ ഉണ്ടാവാൻ പോണോന്ന് മനസ്സ് പറയണോ? ഗുരുവായൂരപ്പ, നീ തന്നെ തുണ. സരസ്വതി അമ്മ സ്വയം പറഞ്ഞുകൊണ്ട് മകളെ സഹായിക്കാനിരുന്നു. ഒരു ദിവസം സന്ധ്യയാവുന്ന നേരം കുറുപ്പ് പൂജാമുറിയിലായിരുന്നു. ഇഷ്ടദേവതാ മന്ത്രങ്ങളിൽ മനസ്സുറപ്പിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ വഴുതി മാറുകയാണ് മനസ്സ്. വല്ലത്തൊരു അസ്വസ്ഥത. നിറയെ എണ്ണയുണ്ടായിരുന്ന ഒരു വിളക്കിലെ തിരി പൊടുന്നനെ കെട്ടു. ആ നേരത്തായിരുന്നു അത്. അതേ നേരത്ത് ഒരു വലിയ ശബ്ദം പൂജാമുറിക്കും പുറത്തുനിന്ന് ഉയർന്നു. ലോകം അപ്പാടെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത് പോലൊരു ഹുങ്കാരം. ഒപ്പം ആരുടെയോ ദയനീയമായ നിലവിളി. കുറുപ്പ് ഞെട്ടിപ്പിടഞ്ഞെണീറ്റു. പൂജാമുറിയുടെ വാതിൽ വലിച്ചു തുറന്ന് പുറത്തേക്കിറങ്ങാൻ തുടങ്ങിയ നിമിഷം അദ്ദേഹത്തിന്റെ നടുക്കം പൂർണ്ണമായി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു രംഗമാണ് മുന്നിൽ. കുറുപ്പ് നെഞ്ചിൽ കൈവച്ചുപോയി. എട്ടുവീട്ടിൽ തറവാടിന്റെ നാലുകെട്ട് ഇടിഞ്ഞു വീണു. ആ കാഴ്ച കുറുപ്പിന് സഹിക്കാൻ കഴിഞ്ഞില്ല. എത്രയോ വർഷത്തെ പാരമ്പര്യമുള്ള തറവാട്. 5 നൂറ്റാണ്ട് കൂടി ഇതേ വിധം പുലർന്നാലും ഒരു കേടുപാടുകളും സംഭവിക്കുകയുമില്ല.
അത്രയുറപ്പ്. ഈട്ടിത്തടിയും കരിങ്കല്ലുമാണ് കൂടുതലും. ബലവത്തായ സുർക്കിയും തേച്ചു പിടിപ്പിച്ചിരിക്കുന്നു. വെള്ളവലിയല്ലാതെ ഒരു പുതുക്കലും ഇക്കാലമായിട്ടും ചെയ്യേണ്ടി വന്നിട്ടില്ല. ആ കെട്ടിടമാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണിരിക്കുന്നത്. ശാന്തമായ അന്തരീക്ഷമാണ്. കൊടുങ്കാറ്റോ പേമാരിയോ ഇല്ല. ഒരു മഴ പൊടിച്ചിട്ട് തന്നെ ദിവസങ്ങൾ എത്രയായി. ശുഭ്രമായ കാലാവസ്ഥ. കുറുപ്പ് അങ്ങോട്ട് പാഞ്ഞു ചെന്നു. അവിടെ കണ്ട കാഴ്ച പരമദയനീയം. ഇടിഞ്ഞു പൊളിഞ്ഞു വീണ അവശിഷ്ടങ്ങൾക്കിടയിൽ സരസ്വതി അമ്മ കുടുങ്ങിയിരിക്കുന്നു. അവരുടെ കൈകാലുകളിൽ അപ്പാടെ കരിങ്കല്ലും തടികളും കുടുങ്ങിയിരിക്കുന്നു. ബോധക്കേടോ മരണതുല്യമോ ആയ അവസ്ഥയിൽ അവർ നിശ്ചലം കിടക്കുന്നു. ആരോ ചവിട്ടി മറിച്ചിട്ടതുപോലെയാണ് ഒറ്റ നോട്ടത്തിൽ തോന്നുക. മച്ചിൻ പലകകൾ പിച്ചിച്ചീന്തിയതുപോലെ കാണപ്പെട്ടു. അസമയത്ത് കയറി വന്ന ദുരന്തം. തറവാടിന്റെ ഒരു ഭാഗം വീണ ശബ്ദം കേട്ട് അയലത്തുള്ളവരൊക്കെ പാഞ്ഞു വന്നു. ഒരിക്കലും ആ പടി കയറിയിട്ടില്ലാത്തവർ വരെ. അയലത്തുകാരെ തിരിച്ചറിയാത്ത കുറുപ്പ് ആരെയും ശ്രദ്ധിച്ചില്ല. 10-12 പേരുടെ ഒരുമിച്ചുള്ള ശ്രമം വേണ്ടിവന്നു തകർന്നു കിടന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് സരസ്വതി അമ്മയെ പുറത്തെടുക്കാൻ. നേർക്ക് നേരെ കണ്ടാൽ അശുദ്ധമാകുന്നവർ തറവാട്ട് കാരണവത്തിയുടെ ശരീരം പൊക്കിയെടുക്കുന്നത് തടയാൻ കുറുപ്പിന് കഴിഞ്ഞില്ല. എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്തവന്റെ വിമിട്ടത്തോടെ കുറുപ്പ് നിന്നു. പുറത്തെടുത്ത സരസ്വതി അമ്മയെ കുറുപ്പ് ഒന്നേ നോക്കിയുള്ളൂ. അവരുടെ കാലുകളുടെ ഭാഗത്ത് ചതഞ്ഞരഞ്ഞ മാംസ കഷണങ്ങൾ തൂങ്ങിക്കിടക്കുന്നു. സരസ്വതി അമ്മയെ ഉടനെ അപ്പോത്തിക്കിരിയുടെ അടുത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞവരെ കുറുപ്പ് തടഞ്ഞു. ഈ ലോകം മുഴുവൻ ചികിത്സിക്കാൻ അറിയാവുന്ന എനിക്ക് ഇതും അറിയാം. ചത്തവനെ ഉയർത്തിയിട്ടുള്ളവനാ ഞാൻ നോക്കിക്കൊള്ളാം. സഹായിക്കാൻ വന്നവരുടെ മുഖമടച്ച് അടികിട്ടിയതുപോലെയായി ആ വാക്കുകൾ. ആരും ഒരക്ഷരം പോലും ഉരിയാടിയില്ല. വന്നതുപോലെ അവർ പടിയിറങ്ങി. അമ്മയുടെ അവസ്ഥ കണ്ട് സുഗത ഉറക്കെ നിലവിളിച്ചു. അമ്മയ്ക്ക് പ്രാഥമിക ചികിത്സ നടത്താൻ അവളും തത്രപ്പെട്ടു. സരസ്വതി അമ്മയുടെ ബോധം തെളിഞ്ഞില്ല. 8 വീട്ടിൽ തറവാടിന് സംഭവിച്ച ദുരന്തത്തെക്കുറിച്ച് ഗ്രാമം അറിഞ്ഞു. പപ്പനാവൻ പിള്ളയുടെ ചായക്കടയിൽ അതേക്കുറിച്ച് പരാമർശമുണ്ടായി. അപ്പോഴും വിഷ്ണു ആൽത്തറയിലുണ്ടായിരുന്നു. അടിയൊന്നും ആയില്ല, വടിവെട്ടാൻ പോയിട്ടേയുള്ളൂ കൂട്ടരെ. മഹാമാന്ത്രികന് എന്തുകൊണ്ടാ ആ അപകടം ഒഴിവാക്കാൻ കഴിയാതെ പോയത്? വീട് ഇടിഞ്ഞു വീണ നിമിഷം 2 ചെകുത്താന്മാരെ താങ്ങിക്കൊടുക്കാൻ നിയോഗിച്ചാൽ പോരായിരുന്നോ? അവറ്റകൾ എത്ര കാലം വേണേലും താങ്ങിക്കൊണ്ട് നിന്നേനല്ലോ. കാര്യം അതൊന്നുമല്ല. പിന്നെ കുറുപ്പിനേക്കാളും വലിയ മാന്ത്രികൻ ഇവിടെയുള്ളതുകൊണ്ട് വിഷ്ണു ഗ്രാമത്തിലെത്തിയ ദിവസം തുടങ്ങി കുറുപ്പിന് കഷ്ടകാലം. അവനോട് അയാൾ ചെയ്ത തെറ്റിന് കുറുപ്പ് അനുഭവിക്കാൻ പോണേയുള്ളൂ. ഇനിയും കാത്തിരുന്നോ അടുത്തത് കേൾക്കാൻ? ഹേയ്, വിഷ്ണു അങ്ങനെ ചെയ്യില്ല. അവന് കുറുപ്പിനോട് വിരോധമേ ഇല്ലെന്നല്ലേ പറഞ്ഞത്? അത് നേരായിരിക്കും. പക്ഷേ അവൻ ഉപാസിക്കുന്ന ദേവതകൾ അയാളെ വെറുതെ വിടുമോ? ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ദേവതകൾ എന്തും ചെയ്യും. അന്ന് കുറുപ്പിന്റെ മാന്ത്രിക മറുത അവന്റെ മുമ്പിൽ കുമ്പിട്ടത് കണ്ടില്ലേ? ചെകുത്താന് പോലും ദൈവത്തോട് ബഹുമാനമായ ലോകത്ത് ആരോടും സ്നേഹവും ബഹുമാനമില്ലാത്തത് കുറുപ്പിന് മാത്രമാ. അത് നേരാ, അയാൾക്ക് അയാളോട് പോലുമില്ല സ്നേഹം. എന്നാൽ അതിന്റെ ഫലമായത്. ആ ദുരന്ത വാർത്തയറിഞ്ഞ് വിഷ്ണു ഖേദിച്ചു. സ്നേഹമുള്ള ഒരു സ്ത്രീയായിരുന്നു സരസ്വതി അമ്മ. സ്നേഹത്തോടെ അല്ലാതെ അവർ ആരോടും പെരുമാറിയിട്ടില്ല. അങ്ങോട്ട് ചെല്ലാൻ അവൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ കുറുപ്പതിന് മറ്റു വ്യാഖ്യാനങ്ങൾ കൊടുക്കുമെന്നറിയാവുന്നതുകൊണ്ട് ആ ആഗ്രഹം മനസ്സിൽ തന്നെ ഒതുക്കി. ഇത് വിധിയാണ്, വിധിയുടെ തിരിച്ചടി. കുറുപ്പിന്റെ ഉപാസനാമൂർത്തികൾ തന്നെയാണ് ആ ചതി ചെയ്തതെന്ന് വിഷ്ണു കണ്ടുപിടിച്ചു. പുറമെ ഇഷ്ടം ഭാവിക്കുന്നെങ്കിലും അയാളുടെ മൂർത്തികളെല്ലാം അയാൾക്കെതിരാണ്. അവർ തക്കം പാർത്തിരിക്കുകയുമാണ്. പാവം കുറുപ്പ്, അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല. ഒരു മുന്നറിയിപ്പ് കൊടുക്കാമെന്ന് വെച്ചാൽ അദ്ദേഹം അത് തെറ്റായേ കരുതൂ. താനീ നാട്ടിലെത്താൻ കാത്തിരുന്നത് പോലുണ്ട്. ആ കുറ്റം മുഴുവൻ കുറുപ്പ് തന്റെ തലയിൽ കെട്ടിവെക്കുമെന്നുറപ്പാണ്. സരസ്വതിയമ്മയെക്കുറിച്ചോർത്തുകൊണ്ട് വിഷ്ണു വെറുതെ ഇറങ്ങി നടന്നു. വയൽ വരമ്പിലൂടെ ഓരോന്നാലോചിച്ചുകൊണ്ട് നടക്കുമ്പോഴുണ്ട് 8 വീട്ടിൽ കുറുപ്പ് എതിരെ വരുന്നു. ആകെ വിഷാദ കലുഷിതമാണ് ആ മുഖമെന്നവന് അകലെ നിന്നേ മനസ്സിലായി. ഇത്തവണ മറ്റൊരത്ഭുതം സംഭവിച്ചു. വിഷ്ണു എതിരെ നടന്നു വരുന്നത് കണ്ടപ്പോൾ അകലെ നിന്നേ കുറുപ്പ് വഴിയൊഴിഞ്ഞു നടക്കാൻ തുടങ്ങി, അവനെ കാണാത്ത മട്ടിൽ. പക്ഷേ തൊട്ടടുത്തെത്തിയപ്പോൾ കുറുപ്പ് പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്തു. ഒന്നിനെ വീഴ്ത്തി അല്ലേടാ, പക്ഷേ അതുകൊണ്ട് കുറുപ്പ് നിന്റെ കാലുപിടിക്കാൻ വരുമെന്ന് കരുതണ്ട. നീ പണ്ട് സഹിച്ചതുപോലെയെല്ലാം എന്റെ മകളും സഹിച്ചോളും. ഒന്നോർത്തോ, നീ എത്ര കളിച്ചാലും അവസാന വിജയം കുറുപ്പിന് തന്നെ ആയിരിക്കും. ശ്രീധര ഗുരു പോലും കുറുപ്പിനോട് എതിർക്കാൻ വന്നിട്ടില്ല. വിഷ്ണു വെറുതെ ചിരിച്ചതേയുള്ളൂ.
കുറുപ്പങ്ങൊന്ന് എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്നെ അങ്ങയ്ക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ്. സാരമില്ല. കുറുപ്പ് അകന്നു പോകുന്നത് തന്നെ നോക്കിക്കൊണ്ടു നിന്ന വിഷ്ണു അനുതപിച്ചു. തന്റെ മനസ്സ് ആരുടെ മുന്നിലാണെന്ന് തുറന്നു വയ്ക്കുക. തന്നെ ആത്മാർത്ഥമായി മനസ്സിലാക്കാൻ ആരുണ്ട്? ഉണ്ട്, ഒരേ ഒരാൾ, രാമഭദ്രൻ തിരുമേനി. ആ മുഖം ഓർമ്മയിൽ തെളിഞ്ഞപ്പോൾ വിഷ്ണുവിന് വല്ലാത്തൊരു ആശ്വാസം തോന്നി. തിരുമേനിയെ ഒന്ന് കണ്ടിട്ട് ദിവസങ്ങളായി. ഒന്ന് പോവുക തന്നെ. തന്നെ സ്നേഹിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് 3 കൊല്ലക്കാലം ഒരേ കിടപ്പിൽ കട്ടിൽ കുഴിയിൽ കഴിഞ്ഞ മനുഷ്യൻ. കുറുപ്പ് പ്രതികാരം ചെയ്തവരിൽ ഒരാൾ മാത്രം. നാട്ടിലെത്തിയ ഉടനെ രാമഭദ്രൻ തിരുമേനിയെ കാണാൻ ചെന്നത് വിഷ്ണു ഓർമ്മിച്ചു. എന്തൊരു കടുത്ത ശിക്ഷയാണ് അദ്ദേഹത്തിന് കുറുപ്പ് കൊടുത്തത്. കട്ടിൽ കുഴിയിൽ കിടന്നുകൊണ്ട് നിസ്സഹായതയോടെ തളർന്ന കണ്ണുകൾ ഉയർത്തി നോക്കിയ ആ നോട്ടം. അപ്പോഴും പക്ഷേ അദ്ദേഹത്തിന്റെ ചുണ്ടിലാ പഴയ പുഞ്ചിരി ഉണ്ടായിരുന്നു. തന്നെ കണ്ട ആഹ്ലാദ ഭാവം കൊണ്ട് നിറഞ്ഞ മിഴികളിൽ നിന്ന് എല്ലാം വായിച്ചറിയാൻ കഴിഞ്ഞു. നീ ഇവിടെ കടന്നു വരുന്ന ഈ നിമിഷം കാത്താണ് വിഷ്ണു ഞാനിതുവരെ കിടന്നത്. ഇനി മരിച്ചാലും സന്തോഷമേയുള്ളൂ. നീ വന്നുവല്ലോ, നിന്നെ കണ്ടുവല്ലോ. രാമഭദ്രൻ തിരുമേനിയുടെ തളർന്നതെങ്കിലും ഉത്സാഹഭരിതമായ ശബ്ദം. വിഷ്ണുവിന്റെ കണ്ണുകൾ സജലങ്ങളായി. ആരൊക്കെ മരിച്ചാലും അങ്ങ് മാത്രം മരിക്കരുതെന്ന് ഞാൻ കരുതുന്നു. കൂടുതൽ സംസാരിക്കാൻ അവന് കഴിഞ്ഞില്ല. തിരുമേനി തളർന്നു കിടക്കുമ്പോൾ തനിക്ക് വാചാലനാവാൻ കഴിയില്ലെന്നവൻ അറിയുന്നു. തനിക്കെന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ഇദ്ദേഹത്തിന് വേണ്ടിയാണ് ചെയ്യേണ്ടത്. തിരുമേനി ഇല്ലാതിരുന്നെങ്കിൽ താനും ഉണ്ടാകുമായിരുന്നില്ല. രാമഭദ്രൻ തിരുമേനിയുടെ തലയ്ക്കൽ ഒരു നിമിഷം ധ്യാനനിരതനായി വിഷ്ണു നിന്നു. അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്ത ഗായത്രി മന്ത്രം തന്നെയാണ് അവന്റെ മനസ്സിൽ ആദ്യം ഉറവെടുത്തത്. മറ്റാർക്കും കഴിഞ്ഞില്ലെങ്കിലും ആ മന്ത്രം കൊണ്ട് തന്നെ ഫലസിദ്ധി വരുത്തുവാൻ വിഷ്ണുവിന് കഴിയും. ഓം ഭൂർഭുവഃ സ്വഃ ഭർഗോദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാത്. ഗായത്രി മന്ത്രം സർവരക്ഷാ മന്ത്രമാണ്, ഐശ്വര്യദായകം. പക്ഷേ വിഷ്ണുവിനത് മഹാമന്ത്രം കൂടിയാണ്. മന്ത്രം ഏതായാലും അത് മന്ത്രണം ചെയ്യുന്നവരുടെ മനസ്സ് പോലെയാണ് ഫലസിദ്ധി. വിഷ്ണുവിന്റെ മനസ്സ് ശുദ്ധമായിരുന്നു. അവന്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളും പരിമിതമായിരുന്നു. എന്നാലും ഗുരുവിന്റെ മുന്നിൽ വിഷ്ണു പതറിപ്പോയി. തന്റെ മന്ത്രം പഠിപ്പിച്ച ഗുരുവിനെയാണ് താൻ മന്ത്രം കൊണ്ട് രക്ഷപ്പെടുത്തേണ്ടത്. ഉപാസനാമൂർത്തികളെയെല്ലാം മനസ്സിൽ ധ്യാനിച്ച് വിഷ്ണു മന്ത്രം ചൊല്ലാൻ തുടങ്ങി. മിഴികളടച്ച് ധ്യാനനിരതനായി വിഷ്ണു വലതു കൈപ്പടം രാമഭദ്രൻ തിരുമേനിയുടെ നെറുകയിൽ വെച്ചു. തന്റെ കൈ നേരിയ തോതിൽ വിറയ്ക്കുന്നുണ്ടെന്ന് അവന് തോന്നി. നിറുകയിൽ നിന്ന് വിറയാർന്ന ആ കൈത്തലത്തിന്റെ മാന്ത്രിക സ്പർശം തിരുമേനിയുടെ കാലിന്റെ പെരുവിരൽ വരെ നീണ്ടു. വല്ലാത്തൊരു ചൈതന്യം നിർജീവമായ തന്റെ ശരീരത്താകമാനം പുനർജനിക്കുന്നത് തിരുമേനി അറിഞ്ഞു. അദ്ദേഹത്തിന്റെ മിഴികൾ നിറഞ്ഞു കവിഞ്ഞു. ഒരു പ്രത്യുപകാരം എന്നെങ്കിലും ലഭിക്കുമെന്ന് കരുതിയല്ല വിഷ്ണുവിന് താൻ മന്ത്രോപദേശം നൽകിയത്. ഇപ്പോൾ അത് വിഷ്ണു ചെയ്തിരിക്കുന്നു. ഒരു ശിഷ്യനിൽ നിന്ന് ഇതിൽ പരം എന്ത് ഗുരുദക്ഷിണയാണ് ലഭിക്കാനുണ്ടാവുക? ഇല്ലത്തെ നിർജീവമായ മനുഷ്യജീവികൾ ആ രംഗം ഉറ്റുനോക്കി നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ 3 വർഷമായി മരിച്ച വീട് പോലെ നിശ്ചലമായി കിടന്ന ഇല്ലത്തിന് പുനർജന്മം ലഭിച്ച മുഹൂർത്തം. ഒരു ഉറക്കം എണീറ്റാൽ എന്നോണം രാമഭദ്രൻ തിരുമേനി കട്ടിലിൽ നിന്ന് എണീറ്റു. വിഷ്ണുവിന്റെ 2 കരങ്ങളും കൂട്ടിപ്പിടിച്ച് നിരുദ്ധ കണ്ഠനായി തിരുമേനി നിശ്ചലം നിന്നു. നീ എന്റെ ദൈവമാണ് വിഷ്ണു. അദ്ദേഹത്തിന്റെ വിതുമ്പിയ ചുണ്ടുകൾ മന്ത്രിച്ചു. അങ്ങ് അങ്ങനെ പറയരുതേ. എല്ലാം ദൈവകാരുണ്യം, പിന്നെ അങ്ങയുടെ അനുഗ്രഹവും. വിഷ്ണുവിന്റെ മിഴികളിൽ നിന്ന് 2 നീർത്തുള്ളികൾ നിലത്ത് പൊഴിഞ്ഞു ചിതറി. വിഷ്ണുവിന് അദ്ദേഹത്തോട് പറയാൻ ഒരുപാടുണ്ടായിരുന്നു. തനിക്ക് ഇന്നത്തെ സിദ്ധി കൈവരിക്കാൻ സാധിച്ചത് അദ്ദേഹം കാരണമാണെന്ന് അവൻ വിശ്വസിക്കുന്നു. അഭയം തേടിച്ചെന്ന തന്നെ അർദ്ധരാത്രിക്ക് ആട്ടിയോടിച്ചിരുന്നെങ്കിൽ താനിന്നീ ഭൂമുഖത്തുണ്ടാകുമായിരുന്നില്ല. തന്റെ എല്ലാ കടപ്പാടും ഇദ്ദേഹത്തോട് മാത്രമാണ്. വീണ്ടും ദിവസങ്ങൾ ഒത്തിരി കഴിഞ്ഞാണ് താൻ ഇല്ലത്തേക്ക് ചെല്ലുന്നത്. വിഷ്ണു കടന്നു ചെല്ലുമ്പോൾ രാമഭദ്രൻ തിരുമേനി ഏതോ താളിയോലക്കെട്ടുകൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വരണം വിഷ്ണു, നീ ഇന്ന് വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇതിനു മുൻപ് വരാൻ കഴിയാത്തതെന്താണെന്നും എനിക്കറിയാം. നിന്റെ നല്ല പ്രവർത്തനങ്ങളെക്കുറിച്ച് നാം അഭിമാനത്തോടെ ഓർക്കുന്നു. അവനിരിക്കാൻ പീഠം നീക്കിയിട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. വിഷ്ണു ഇരുന്നില്ല. താൻ തിരുമേനിയേക്കാൾ കൂടുതൽ മന്ത്രസിദ്ധി നേടിയവനാകാം. പക്ഷേ തിരുമേനിയേക്കാൾ എത്രയോ ചെറിയവൻ. ക്ഷണിക്കാൻ തോന്നിയ അദ്ദേഹത്തിന്റെ നല്ല മനസ്സിന് നന്ദി. തിരുമേനി അറിഞ്ഞുവോ? 8 വീട്ടിൽ തറവാട്ടിൽ ദുരന്തങ്ങൾ ആരംഭിച്ചു. പാവം സരസ്വതി അമ്മ. തിരുമേനി തല കുലുക്കി.
എല്ലാം അറിഞ്ഞു. ആളുകൾ നിന്നെ സംശയിക്കുന്നതായി മനസ്സിലാക്കുന്നു. നീ വിഷമിക്കേണ്ട. മനസ്സറിഞ്ഞതല്ലെങ്കിലും ആവോളം മനഃപ്രയാസമുണ്ടാക്കി തരിക ചിലരുടെ സ്വഭാവമാണ്, പൊതുജന സ്വഭാവം. നീ കുണ്ഠിതപ്പെടേണ്ട. ഒന്നും നീ ചെയ്യുന്നതല്ലെന്ന് ആരും അറിഞ്ഞില്ലെങ്കിലും എനിക്കറിയാം. നീ ഇവിടെ മടങ്ങിയെത്തിയില്ലായിരുന്നെങ്കിലും ഈ നേരത്ത് ഇതൊക്കെ സംഭവിച്ചേനെ. കുറുപ്പിന്റെ സമയം കഴിഞ്ഞു. ഇനി തിരിച്ചടികളുടെ കാലമാണ്. ഒക്കെയും അദ്ദേഹം അനുഭവിച്ചേ തീരൂ. വിധിയെ വെല്ലുവിളിച്ചവനാണ് കുറുപ്പ്. ആ വിധി അയാളെ തിരികെ വെല്ലുവിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വിധിക്കെതിരെ പോരാടാൻ ആർക്കാണ് കഴിയുക? കുറുപ്പിന്റെ സംശയം മുഴുവൻ എന്നെയാണ്. ഒക്കെ ഞാനെന്റെ മൂർത്തികളെ കൊണ്ട് ചെയ്യിക്കുന്നതാണെന്ന് ആ വിശ്വാസം കൊണ്ടയാൾ കഴിഞ്ഞോട്ടെ. മലിന മനസ്സിൽ തോന്നുന്നത് അത്രയും അങ്ങനെയേ ആകൂ. കുറുപ്പിന്റെ ഉപാസനാമൂർത്തികൾ തന്നെ തക്കം പാർത്തിരിക്കുകയാണ് അയാളോട് പക വീട്ടാൻ. അയാളുടെ രക്ഷകർ ശിക്ഷകരായി തിരിഞ്ഞു നിൽക്കുമ്പോൾ കുറുപ്പ് പകയ്ക്കും. രക്ഷപ്പെടാൻ പരക്കം പായും. മാന്ത്രികന്റെ വിധികൾ തെറ്റിച്ചുള്ള പ്രവർത്തനങ്ങളായിരുന്നല്ലോ കുറുപ്പെന്നും ചെയ്തത്. സ്വരക്ഷയ്ക്ക് മാത്രം വിളിക്കേണ്ട ഉപാസനാമൂർത്തികളെ കൊണ്ട് ഹീനമായ നടപടികൾ ചെയ്യിച്ച് അനുസരിക്കാത്തവരെ വേദനിപ്പിച്ച് കുറുപ്പ് അഹങ്കരിക്കുകയായിരുന്നു. എക്കാലത്തും തന്റെ മൂർത്തികൾ തന്നോടുകൂടെ ഉണ്ടാവുമെന്നയാൾ ധരിച്ചു. ആ ധാരണകൾ തെറ്റായിപ്പോയെന്ന് ബോധ്യമാകുന്ന നിമിഷങ്ങൾ ഇതാ തൊട്ടടുത്തെത്തിക്കഴിഞ്ഞു. തിരുമേനിയുടെ വാക്കുകൾ കേട്ടിരിക്കെ വിഷ്ണു നെടുവീർപ്പിട്ടു. കുറച്ചു നേരം കൂടി രാമഭദ്രൻ തിരുമേനിയോടൊപ്പം ചെലവഴിച്ചിട്ട് വിഷ്ണു യാത്ര ചോദിച്ചു. ഇളം കാറ്റിൽ മർമരമുതിർക്കുന്ന ആലിലകളുടെ സംഗീതം ശ്രദ്ധിച്ച് വിഷ്ണു ഇരുന്നു. അവന്റെ മനസ്സിൽ അപ്പോൾ നിറഞ്ഞു നിന്ന ചിത്രം കുറുപ്പിന്റേതായിരുന്നു. ഒരു വല്ലാത്ത മനുഷ്യൻ. ഇത്രയും അപകടങ്ങൾ വാരിപ്പുണർന്നിട്ടും സ്വയം ഒരു പരിശോധനയ്ക്ക് തയ്യാറാകാത്ത മനസ്സ്. അയാൾ ചെയ്ത ദ്രോഹങ്ങൾക്ക് എണ്ണി എണ്ണി കണക്ക് ചോദിക്കാൻ ഒരു മടക്കയാത്രയ്ക്ക് വേണ്ടിയാണ് താൻ പുറപ്പെട്ടത്. എന്നിട്ടോ അച്ഛൻ കുറുപ്പിന്റെ കാല് പിടിച്ചതാണ്. ആ മനുഷ്യൻ അച്ഛനെ ചവിട്ടിത്തെറിപ്പിക്കുകയാണ് ചെയ്തത്. കുറുപ്പ് ചെയ്ത തെറ്റിനെക്കുറിച്ച് ചോദിക്കാൻ ചെന്നതായിരുന്നു അന്ന് അച്ഛൻ ചെയ്ത തെറ്റ്. അതിനെന്ത് വില കൊടുക്കേണ്ടി വന്നു? ഒരു അച്ഛന് സഹിക്കാൻ കഴിയുന്നതാണോ കുറുപ്പ് ചെയ്തത്? പ്രമീള ചേച്ചിയെ, കാർത്തിക ചേച്ചിയെ, താൻ സ്നേഹിച്ച ലക്ഷ്മിയെ, അത്രയും ചെയ്ത മനുഷ്യനോട് തനിക്കെങ്ങനെ ക്ഷമിക്കാൻ കഴിഞ്ഞു? അതിലൊരംശം പോലും ക്ഷമിക്കാനുള്ള മനസ്സ് കുറുപ്പിനില്ലാതെ പോയല്ലോ. കുറുപ്പിനോടെ എട്ടുവീട്ടിൽ തറവാടിന്റെ പാരമ്പര്യം ഒടുങ്ങണമെന്നായിരിക്കും ദൈവഹിതം. എത്രയോ മാന്ത്രികർ ജീവിച്ചു മരിച്ച തറവാട്. ഓരോരോ ചിന്തകളിൽ മനസ്സ് വ്യാപരിച്ച് നടന്നതുകൊണ്ട് തൊട്ടടുത്ത് വന്നയാളെ വിഷ്ണു കണ്ടില്ല. ഏതോ ഒരു മുഹൂർത്തത്തിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ അത്ഭുതപ്പെട്ടുപോയി. താനിപ്പോൾ ഇവളെക്കുറിച്ചോർത്തതേയുള്ളല്ലോ. ആ സ്ത്രീ രൂപത്തിന് നേരെ വിഷ്ണു ആർദ്രമായി നോക്കി. മെലിഞ്ഞുണങ്ങി ചൈതന്യം നഷ്ടപ്പെട്ട ഈ യുവതി ഒരിക്കൽ തനിക്ക് പ്രിയപ്പെട്ട ലക്ഷ്മിയായിരുന്നു. അവളുടെ കയ്യിൽ തൂങ്ങി ഒരു കുട്ടി. 10 വയസ്സോളം പ്രായം തോന്നിക്കുന്ന മെല്ലിച്ച മനുഷ്യക്കോലം. ലക്ഷ്മി. അവളുടെ തളർന്ന മിഴികൾ വിഷ്ണുവിന്റെ മുഖത്ത് തറഞ്ഞു നിന്നു. അനുനിമിഷം അവളുടെ മിഴികൾ നീർ നിറയുകയായിരുന്നു. ഒന്ന് കാണാൻ മാത്രം വന്നു, ക്ഷമിക്കണം. ലക്ഷ്മി തേങ്ങി. ഇത് എന്റെ ശാപത്തിന് ലഭിച്ച പ്രതിഫലം. ഞാനിവന് ശംഭു എന്ന് പേരിട്ടു. അവൾ മകനെ തലോടിക്കൊണ്ട് പറഞ്ഞു. വിഷ്ണുവിന് അപ്പോഴും മിണ്ടാൻ കഴിഞ്ഞില്ല. മനുഷ്യ സഹജമായ മൃദുല വികാരങ്ങൾ മനസ്സിൽ ഉറവെടുക്കരുത്. മാന്ത്രികൻ അതിനെല്ലാം അതീതനായിരിക്കണം. ഗുരുവിന്റെ ശബ്ദം കാറ്റിലൂടെ ഒഴുകി വന്നു. കാതിൽ ഓതുന്നതായി അവന് തോന്നി. മാന്ത്രികനായാലും മനുഷ്യന് മനുഷ്യനാവാതിരിക്കാനാവില്ല. ഒരു നിമിഷം അവൻ മനുഷ്യനായി. ലക്ഷ്മിക്ക് എന്തോ പറയാനുണ്ടെന്ന് അവളുടെ മുഖത്തുനിന്ന് അവൻ അറിഞ്ഞു. പറയാനും പറയാൻ കഴിയാത്തതുമായ വിമിട്ടത്തോടെ അവൾ, എന്താ ലക്ഷ്മി, നിനക്കെന്തോ എന്നോട് പറയാനുണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും പറഞ്ഞോളൂ. അത് പറയുമ്പോൾ ലക്ഷ്മിയുടെ കണ്ണുകളിൽ നോക്കാതിരിക്കാൻ അവൻ പാടുപെട്ടു. വിഷ്ണുവേട്ട, ദ്രോഹിയാണെങ്കിലും എന്റെ ശംഭുവിന്റെ അച്ഛന കുറുപ്പദ്ദേഹം. ഒളിച്ചു പാർക്കാനാ എന്റെ വിധിയെങ്കിലും അദ്ദേഹം മരിക്കാതിരിക്കട്ടെ. അദ്ദേഹത്തെ ഉപദ്രവിക്കരുത്. അത് പറയാനാ ഞാൻ വന്നത്. അവൾ കണ്ണുനീർ തുടച്ചു. വിഷ്ണു നടുങ്ങിപ്പോയി. എട്ടുവീട്ടിൽ തറവാട്ടിൽ കാലം വിതയ്ക്കുന്ന ദുരന്തങ്ങൾക്കുത്തരവാദി താനാണെന്ന് ലക്ഷ്മിയും ധരിക്കുന്നു. എന്താണ് ഇവളോട് പറയേണ്ടത്? എങ്ങനെയാണത് പറയേണ്ടത്? ഒരു സാധാരണ സ്ത്രീയുടെ ഹൃദയം വിഷ്ണു അറിയുകയായിരുന്നു. കുറുപ്പദ്ദേഹത്തെ ഞാനൊന്നും ചെയ്യില്ല ലക്ഷ്മി. ആരെയും ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയുകയില്ല. നിന്നെയും എന്നെയും 2 ലോകങ്ങളിലാക്കിയ വിധി ചിലപ്പോൾ അദ്ദേഹത്തെ വെറുതെ വിട്ടെന്ന് വരില്ല. അത് പക്ഷെ ഞാൻ ചെയ്യുന്നതല്ല. നീയെങ്കിലും വിശ്വസിക്കുക.
എനിക്ക് വിഷ്ണുവേട്ടനെ വിശ്വാസമായിരുന്നു, ഇപ്പോ ഇല്ല അല്ലേ? വിഷ്ണുവിന്റെ മുഖം വിഷാദഗ്രസ്തമായി. അതെ, ഇപ്പോഴും അതെ. അവൾ കുട്ടിയെ ചേർത്ത് പിടിച്ചു. ലക്ഷ്മിയെ കണ്ടത് നന്നായി. ലക്ഷ്മി എനിക്കൊരു ഉപകാരം ചെയ്യണം, കഴിയുമോ? എന്തായാലും വിഷ്ണുവേട്ട, അവൾ ഉത്കണ്ഠപ്പെട്ടു. ലക്ഷ്മിക്ക് തരാൻ എനിക്കൊന്നും ഇല്ലാതെ പോയി. ഒന്നും വേണ്ട വിഷ്ണുവേട്ട, എന്റെ വീടിരുന്ന പുരയിടം കാടുകയറി കിടപ്പാണ്. എനിക്കിനി അതുകൊണ്ട് പ്രയോജനമില്ല. ആ തറയിൽ ഒരു വീട് വെച്ച് നീ എവിടെ പാർക്കാമോ? നിന്റെ മോൻ, കുറുപ്പദ്ദേഹത്തിന്റെ മോൻ ആ തറയിൽ വളരട്ടെ. നിനക്കായി തരാൻ അത് മാത്രമേ എനിക്കുള്ളൂ. ശംഭു വിഷ്ണുവിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവന്റെ മുഖത്തിന് കുറുപ്പിന്റെ മുഖ സാദൃശ്യമുണ്ടോ? വിഷ്ണു ഒരു നിമിഷമേ അവനെ ശ്രദ്ധിച്ചുള്ളൂ. പെട്ടെന്ന് ഓർത്തതുപോലെ വലത് കൈത്തണ്ടയിലുണ്ടായിരുന്ന ഒരേലസ് അഴിച്ചെടുത്തു. ഗായത്രി മന്ത്രം ഉള്ളടക്കം ചെയ്ത യന്ത്രമാണ് ഏലസിനുള്ളിൽ. ഏലസ് കയ്യിലെടുത്ത് വിഷ്ണു മന്ത്രിച്ചു. വിഷ്ണു കുട്ടിയെ അടുത്ത് വിളിച്ചു. ആ ഏലസ് അവന്റെ കയ്യിൽ കെട്ടിക്കൊടുത്തു. എന്നും ഇത് നഷ്ടപ്പെടാതെ സൂക്ഷിച്ചോളൂ. ലക്ഷ്മിയുടെ മിഴികൾ നിറഞ്ഞു. വിഷ്ണു കണ്ണുകൾ അടച്ചു. ഒരു നിമിഷം കൂടി അവനെ തന്നെ ഉറ്റുനോക്കിയിട്ട് മിഴികൾ തുടച്ചുകൊണ്ട് ലക്ഷ്മി നടന്നകന്നു. വിതുമ്പുന്ന തേങ്ങലുകൾ അവൾ കടിച്ചമർത്തി. മരിച്ച സ്വപ്നങ്ങളുടെ ചുമട്ടുകാരിയെപ്പോലെ അവൾ നടക്കുകയായിരുന്നു. നിധി കിട്ടിയ ആഹ്ലാദത്തോടെ ഏലസും തഴുകി ശംഭുവും. ദുർഗാക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് താളവട്ടം മുറുകി. ഇന്ന് ഏകാദശിയാണ്, സ്വർഗവാതിൽ ഏകാദശി. ക്ഷേത്രാങ്കണത്തിലും കവലയിലും ധാരാളം ജനങ്ങൾ. ദുർഗാക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങുന്നു. ഇതുപോലൊരു ഉത്സവകാലത്തായിരുന്നു കാർത്തിക ചേച്ചി. ആ ഓർമ്മ ഓടിയെത്തിയപ്പോൾ വിഷ്ണു അസ്വസ്ഥനായി. അത്തരം ഓർമ്മകൾ കടന്നു വരാനിടം കൊടുക്കാതെ മനസ്സിൽ ദുർഗാമന്ത്രത്തിന്റെ ശീലുകൾ ആവർത്തിച്ചു കൊണ്ടവൻ ഇരുന്നു. ധ്യാനലീനനായി പത്മാസനത്തിൽ ഒരു യോഗീവര്യനെ പോലെ. 10 മണി കഴിയുന്ന നേരം. ആൽത്തറയ്ക്ക് ചുറ്റും കുപ്പിച്ചില്ലുകൾ ചിതറി വീണതുപോലെ വെയിൽ നാളങ്ങൾ. ക്ഷേത്രത്തിലേക്കുള്ള ജനപ്രവാഹം വർദ്ധിക്കുകയാണ്. ആ നേരത്തായിരുന്നു അകലെ കവലയ്ക്കും അപ്പുറത്തുനിന്ന് ഒരു കൂക്കുവിളി ഉയരാൻ തുടങ്ങി. അതൊരു വല്ലാത്ത ആരവമായി ക്ഷേത്രത്തിന് സമീപത്തേക്ക് അടുത്തുകൊണ്ടിരുന്നു. കൂക്കുവിളിയുടെ തുടക്കത്തിലേക്ക് ആളുകൾ ഓടിച്ചെല്ലുന്നു. ക്ഷേത്രത്തിലേക്ക് വന്നവര് പോലും തിരിഞ്ഞു നിൽക്കുകയാണ്. അനുനിമിഷം ആരവം ക്ഷേത്ര കവലയിലേക്ക് അടുത്തുകൊണ്ടിരുന്നു. വിഷ്ണു ഉത്കണ്ഠയോടെ അങ്ങോട്ട് ശ്രദ്ധിച്ചു. അപ്പോൾ കണ്ടു സുഗത, പരിപൂർണ നഗ്നയായ സുഗത. 10 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെയൊരു ദിവസം ഈ ആൾക്കൂട്ടത്തിന്റെ നാൽക്കവലയിലേക്ക് നഗ്നയായി പാഞ്ഞു വന്നത് കാർത്തിക ചേച്ചിയായിരുന്നു. ചേച്ചിയുടെ അതേ അനുഭവം സുഗതയ്ക്കും. ആരവം ഇപ്പോൾ ക്ഷേത്രനടയിൽ തന്നെ. സുഗതയെ ഒരു വസ്ത്രം ചുറ്റിക്കാൻ വിങ്ങി വിയർത്ത കുറുപ്പ് ആവത് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സുഗത ദേഹത്ത് ചുറ്റുന്ന വസ്ത്രം അപ്പാടെ വലിച്ചു കീറി കാറ്റിൽ പറത്തുകയാണ്. ഇത് എട്ടുവീട്ടിൽ തറവാട്ടിലെ കുട്ടിയാണ്. ആരൊക്കെയോ അടക്കം പറയുന്നു. പ്രായപൂർത്തിയായ ആത്തേരമ്മയുടെ നഗ്നതയിൽ അവർ മുഴുകുന്നു. വിഷ്ണു തേങ്ങിപ്പോയി. ഇത് താൻ കാണരുതായിരുന്നു. ജനമധ്യത്തിൽ കുറുപ്പ് വിയർത്ത് വിളറി. അയാളുടെ ഇരു കണ്ണുകളും പെരുമഴ പെയ്തു. വിഷ്ണു എന്തോ മന്ത്രം ചൊല്ലി. ദുർഗാദേവിയെ മനസ്സിൽ വണങ്ങി. സുഗതയ്ക്ക് സുബോധം നൽകൂ. ഒരു പാവം പെണ്ണല്ലേ. ഉപാസനാമൂർത്തിയോടായിരുന്നു ആ മന്ത്രിക്കൽ. ആ നിമിഷം ഫലമുണ്ടായി. നൃത്തം ചവിട്ടി നിന്ന സുഗത വാടിയ വാഴക്കൂമ്പ് പോലെ നിലത്തേക്ക് കുഴഞ്ഞു വീണു. കുറുപ്പ് തന്റെ രണ്ടാം മുണ്ട് അവളെ ചുറ്റിച്ചു. പക്ഷേ സുഗതയുടെ നഗ്നത പൂർണ്ണമായും മറയ്ക്കാൻ ആ കുറിമുണ്ടിന് കഴിഞ്ഞില്ല. ഒടുവിൽ ഉറക്കത്തിൽ നിന്നുണർന്നതുപോലെ സുഗത ഞെട്ടിപ്പിടഞ്ഞെണീറ്റു. പരിസരവും സംഭവങ്ങളും പെട്ടെന്ന് ഓർമ്മ വന്നു. അച്ഛന്റെ മാറിൽ കുഴഞ്ഞു വീണ് അവൾ വിങ്ങിപ്പൊട്ടി. ഇതാ കുട്ടി ചെയ്തതിന്റെ ഫലമല്ല. വിഷ്ണുവിന്റെ 5 പേർ അനുഭവിച്ചതും അവർ ചെയ്ത തെറ്റിന്റെ ഫലവുമല്ല. കൊടുക്കുന്നത് ദൈവം അതേ അളവിൽ തിരിച്ചു നൽകുന്നു എന്ന് കരുതിയാൽ മതി. കുറുപ്പാണെല്ലാം ചെയ്തത്. ദേവനാരായണൻ നമ്പൂതിരി കുറുപ്പിനെ ഒന്ന് തല്ലി. പകരം തിരിച്ചൊരു തല്ലു കൊടുത്താൽ പ്രശ്നം തീർന്നേനെ. കുറുപ്പ് ചെയ്തില്ല. അതിലപ്പുറം സ്വന്തം കഴിവിൽ അഹങ്കരിച്ചു. ഇന്ന് ആ അഹങ്കാരം എവിടെ പോയി? കുറുപ്പന്റെ മൂർത്തികളെ വിളിച്ചില്ല. പപ്പനാവൻ പിള്ളയുടെ കടയിൽ ആ സംഭവത്തിന് ന്യായീകരണം ഉണ്ടാവുന്നു. കുറുപ്പൊന്ന് മന്ത്രിച്ചാൽ മതിയല്ലോ. ദുർദേവതകൾ നായായും നരിയായും പാഞ്ഞു വരില്ലേ? മകളുടെ നഗ്നത കണ്ട മുഴുവൻ പേരെയും അവറ്റകളെ കൊണ്ട് കടിച്ചു കീറിക്കട്ടെ. പക്ഷെ കുറുപ്പ് ആഗ്രഹിച്ചാലും ഇനിയത് നടക്കാൻ പോണില്ല. അയാളുടെ എല്ലാ മാന്ത്രിക സിദ്ധികളും കൈമോശം സംഭവിച്ചു കഴിഞ്ഞു. ആ ദുരന്തത്തെക്കുറിച്ച് നാട് മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കുറുപ്പ് ഇന്നാരുമല്ലെന്ന് കാതിൽ നിന്ന് കാതിലേക്ക് വാർത്ത പരന്നു. പരിഹാസ ശരങ്ങൾ സ്വന്തം കാതിൽ വന്നലയ്ക്കുന്നത് കുറുപ്പ് തളർച്ചയോടെ കേട്ടു.
ആ ചെവികൾ കൊട്ടിയടക്കപ്പെട്ടതുപോലെ ആൾക്കൂട്ടത്തിന് നടുവിൽ ബധിരനെ പോലെ അന്ധനെ പോലെ അയാൾ ചുറ്റുപാടും പകച്ചു നോക്കി. പിന്നെ സുഗതയെയും ചേർത്ത് പിടിച്ച് പ്രാഞ്ചി വയലിലൂടെ തറവാട്ടിലേക്ക് നടന്നുപോയി. ഒറ്റയ്ക്കായപ്പോൾ കുറുപ്പ് പൊട്ടിക്കരഞ്ഞു. കണ്ണുനീർ തുള്ളികൾ വരമ്പിൽ വീണ് ചിതറി. ആ മഹാമാന്ത്രികന്റെ പതനമറിഞ്ഞ് ആ വയൽ സാമ്രാജ്യത്തിന്റെ ഹൃദയം പോലും തേങ്ങിയിരിക്കും. കുറുപ്പിന്റെ പ്രഭാവ പ്രകടനങ്ങളിലധികവും നടന്നത് ആ വയലിൽ വെച്ചായിരുന്നല്ലോ. പക്ഷേ ഇന്നോ മനുഷ്യൻ എത്രയോ നിസ്സാരൻ. ഒരു മനുഷ്യന്റെ നിസ്സഹായത എന്താണെന്ന് കുറുപ്പ് ആദ്യമായി അറിഞ്ഞു. കുറുപ്പിന്റെ ആ ദയനീയതയിൽ തെല്ലും സഹതാപം തോന്നാത്തവരും ഏറെയുണ്ടായിരുന്നു. അവർ അടക്കം പറഞ്ഞു, ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. അയാൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു ശിക്ഷ പോലും ആകുന്നില്ലത്. ഒരിക്കലും ചോദിക്കാൻ ആളില്ലെന്നായാൽ മഹാരാജാവിനേക്കാൾ വലുതായി പോകും കുറുപ്പ്. അങ്ങനെ ആയിരുന്നല്ലോ. ദേവനാരായണൻ തിരുമേനിയെയും കുടുംബത്തെയും പിച്ചിച്ചീന്തിയവനല്ലേ അയാൾ. മാത്രമോ ആ പാപം ശങ്കരവാര്യരെയും മകളെയും നശിപ്പിച്ചത് പിന്നെ ആരാ? ദേവനാരായണന്റെ ഒരു മകളെ ഇതുപോലെ ഈ കവലയിലൂടെ ഓടിച്ചപ്പോൾ തനിക്കിങ്ങനെ സംഭവിക്കുമെന്ന് കരുതി കാണില്ല. ഞാനതിന്നും ഓർക്കുന്നു. അവിടെയാ കുറുപ്പിന്റെ കുഴപ്പം. താനൊന്നു ചെയ്താൽ തനിക്കത് ബാധകമല്ലെന്ന് അയാൾ കരുതി. പക്ഷേ അത് തെറ്റാണെന്നിപ്പോൾ മനസ്സിലായില്ലേ? കുറുപ്പിന്റെ പതനം കാത്തിരുന്നവർക്ക് നിറഞ്ഞ സംതൃപ്തി തോന്നി. വിഷ്ണു ഒന്നും കേൾക്കാൻ നിന്നില്ല. അരയാൽ ചുവട്ടിലേക്ക് തന്നെ നടന്നു. മനസ്സ് സ്വച്ഛമാക്കുവാൻ അവൻ ധ്യാനനിരതനായി. തറവാട്ടിൽ ചെന്ന കുറുപ്പ് ആകെ പരവശനായിരുന്നു. വിഷ്ണു അവനിട്ട് ഒരടിയെങ്കിലും ഏൽപ്പിക്കാൻ തന്നെക്കൊണ്ട് കഴിയില്ലേ? ഒരു മന്ത്രതന്ത്രങ്ങളും തനിക്കിനി വഴങ്ങില്ലേ? ഒരവസാന ശ്രമം കൂടി നടത്തണമെന്ന തീരുമാനം അതോടുകൂടി ശക്തി പ്രാപിച്ചു. അങ്ങനെയാണെങ്കിൽ അതിനി സമയം ഒട്ടും കളയാനില്ല. ഇന്ന് തന്നെ അത് ചെയ്തേ പറ്റൂ. പുതിയൊരു വെളിപാട് ലഭിച്ചതുപോലെ കുറുപ്പ് പൂജാമുറിയിലേക്ക് ഓടി. ദിവസങ്ങൾക്ക് ശേഷം പൂട്ടിയിട്ടപ്പെട്ട ആ കനത്ത മുറിവാതിൽ അയാൾ തള്ളിത്തുറന്നു. അതെ, ഒരവസാന ശ്രമം. ഒരിക്കൽ കൂടി ആ പൂജാമുറിയിൽ ദീപങ്ങൾ തെളിയാൻ തുടങ്ങുകയാണ്. എല്ലാം അറിഞ്ഞുകൊണ്ട് മനം വെണ്ണീറാക്കുന്ന സരസ്വതി അമ്മ മകളുടെ ദുരന്തത്തെക്കുറിച്ച് അറിഞ്ഞു. കട്ടിലിൽ കിടന്ന് ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞു. സ്വന്തം ശരീരവേദനയേക്കാൾ ഏറെയായിരുന്നു അവർക്ക് ആ വാർത്തയുടെ വേദന. ഇതൊന്നും കാണാനും കേൾക്കാനും ഇടവരുത്താതെ ജന്മമൊന്ന് ഒടുങ്ങിക്കിട്ടിയിരുന്നെങ്കിൽ. ജീവിതത്തിൽ ഇന്നോളം വേദന മാത്രം അനുഭവിച്ച ആ സാധ്വിയുടെ വിലാപം ദൈവം കേട്ടുവോ എന്തോ. വൈകുന്നേരമായപ്പോഴേക്കും സരസ്വതി അമ്മയുടെ വേദന വളരെ കുറഞ്ഞു. അവർ കുറുപ്പിനെ തന്റെ അടുത്തേക്ക് വിളിച്ചു. വിവാഹത്തിന് ശേഷം അങ്ങനെയൊന്നുണ്ടാകുന്നത് ആദ്യമാണ്. ഭാര്യ വിളിച്ചിട്ട് അവരുടെ സമീപത്തേക്ക് കുറുപ്പ് ചെല്ലുന്നതും ആദ്യമായിരുന്നു. ആ ഭാര്യ ഭർത്തൃ ബന്ധത്തിന് നടുവിൽ അകൽച്ചയുടെ ഒരു മാന്ത്രിക കോട്ട ഉയർന്നിരുന്നുവോ? ആ മാന്ത്രിക കോട്ട തകർന്നതാകാം കുറുപ്പിനെ അങ്ങോട്ട് നയിക്കാൻ പ്രേരിപ്പിച്ച ചേതോവികാരവും. കട്ടിലിൽ അസ്ഥിമാത്രം ശരീരവുമായി കിടക്കുന്ന ഭാര്യയെ ആർദ്രമായി കുറുപ്പ് നോക്കി നിന്നു. സരസ്വതിയും ഭർത്താവിനെ ശ്രദ്ധിക്കുകയായിരുന്നു. ആദ്യമായി കാണുന്നത് പോലെ ഇതുപോലെ ഭർത്താവിനെ ഒന്ന് കാണാൻ, കണ്ണു നിറയെ കാണാൻ ഇതിനു മുൻപ് അവസരം ലഭിച്ചിട്ടില്ലെന്ന് സരസ്വതി അമ്മ വേദനിച്ചു. കാണെ അവരുടെ മിഴികൾ നിറഞ്ഞു. അത് പിന്നെ കവളിന്റെ മെലിഞ്ഞ തടങ്ങളിലൂടെ അരുവികളായി. എന്താ സരസ്വതി, എന്തിനെ നീ വിളിച്ചത്? എത്രയോ മൃദുലമായ ശബ്ദം. സരസ്വതി അമ്മ വിതുമ്പിപ്പോയി. എന്തോ പറയാൻ അവർ വിമ്മിട്ടപ്പെടുന്നുണ്ടെന്ന് കുറുപ്പിന് തോന്നി. ഇനിയെങ്കിലും എല്ലാം മറന്നുകൂടെ? ഈ തറവാട് അന്യം നിന്ന് പോകാതെ എന്റെ മോളെയെങ്കിലും രക്ഷിക്കണം. ആ ദേവനാരായണന്റെ മകനോട് പറയാൻ മടിക്കരുത്. അങ്ങ് പറഞ്ഞാൽ അവൻ അനുസരിക്കില്ലേ? കുറുപ്പിന്റെ മുഖം ചുവന്നു. ഈ നേരത്തല്ലായിരുന്നെങ്കിൽ സരസ്വതി കട്ടിലോടെ മുറിക്ക് പുറത്തു ചെന്ന് വീണേനെ. അന്ത്യനാളുകളിൽ അവസാന വാക്കുകൾ കേൾക്കും പോലെ ഒന്നും മിണ്ടാതെ നിൽക്കാൻ കുറുപ്പ് പാടുപെട്ടു. നിനക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ആ മുറിയിൽ നിന്ന് എത്രയും വേഗം പുറത്തു കടക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഇല്ലേ? സരസ്വതിയുടെ ശബ്ദം ചിലമ്പി. കുറുപ്പ് മുറിക്ക് പുറത്തേക്കിറങ്ങി. ആ മനസ്സിലാകെ മരുഭൂമിയിലെന്നോണം ഉഷ്ണക്കാറ്റടിക്കുകയാണ്. തറവാടിന്റെ മറ്റൊരു മുറിയിൽ സുഗതയും കണ്ണീരൊഴുക്കിക്കൊണ്ട് കിടക്കുകയായിരുന്നു. ഒരു പെൺകുട്ടി അനുഭവിക്കാൻ ഇതിലും വലിയ ദുരന്തമുണ്ടോ? എല്ലാം അച്ഛൻ ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ ഫലം. അതനുഭവിക്കുന്നത് ബാക്കിയുള്ളവരും. ഈ വലിയ തറവാട്ടിൽ താൻ ഒറ്റപ്പെടുകയാണെന്നവൾ ഭയന്നു. കുറുപ്പിന് വല്ലാത്തൊരു ലാഘവം തോന്നി. നാളും തീയതിയും മാത്രയുമൊക്കെ കണക്ക് കൂട്ടി. ഒരു പൂജയ്ക്ക് ഏറ്റവും പറ്റിയ സമയം അടുത്തിരിക്കുന്നു. പൂജാമുറി തുറന്ന് കുറുപ്പ് ഉള്ളിലേക്ക് കയറി. ഇന്ന് രാത്രി പൂജ തുടങ്ങണം. ഇപ്പോഴേ ഒരുക്കങ്ങൾ ആരംഭിക്കണം.
നിശ്ചയിച്ചാൽ പിന്നെ മാറ്റമില്ലല്ലോ. ഹോമത്തിനുള്ള അനുസാരികൾ തേടി ആശ്രിതർ നാലുപാടും പാഞ്ഞു. ദുർഭൂതങ്ങൾ വിട്ടൊഴിയാൻ തുടങ്ങിയിട്ടും വിടാതെ കൂടി നിന്ന ആശ്രിതർ ഒരു പക്ഷേ ഇവരുടെ ദുർമന്ത്രമോതൽ തന്നെയാവും കുറുപ്പിനെ കുഴപ്പത്തിലെല്ലാം കൊണ്ട് ചാടിച്ചത്. അത് മനസ്സിലാക്കാനും കുറുപ്പിന് മനസ്സില്ല. വിഷച്ചെടികളും മുള്ളുള്ള ചമതകളും തൊടികളിലെമ്പാടുമുണ്ട്. എല്ലാം ആവശ്യത്തിലേറെ ശേഖരിച്ച് ആശ്രിതർ മടങ്ങിയെത്തി. ഇതുവരെ ചെയ്യാത്ത അഭിചാര ഹോമം കൂടി ഇന്ന് നടത്താനാണ് കുറുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ പൂജ വിജയിച്ചില്ലെങ്കിൽ ഈ പൂജാമുറിയിലെ വിളക്ക് തെളിയില്ല. ഇന്നത്തോടെ എല്ലാം അവസാനിക്കണം. പൂജാമുറി വൃത്തിയാക്കപ്പെട്ടു, ശുദ്ധമാക്കപ്പെട്ടു. വിളക്കുകൾ തുടച്ച് വൃത്തിയാക്കി, ഭംഗിയാക്കി. ശ്രദ്ധാപൂർവം മാന്ത്രിക യന്ത്രം വരച്ചു. ഒരു ചെറിയ പിഴ പോലും സംഭവിക്കാതിരിക്കാൻ ആദിമദ്യാന്തം ജാഗരൂകനായി. പുറത്ത് വെയിലിന്റെ തീക്ഷ്ണത കുറഞ്ഞു. പിന്നെ വെയിൽ മങ്ങി. പ്രകൃതി ഇരുട്ടിന്റെ മുഖവാതിൽ മലർക്കെ തുറന്നിട്ടു. രാത്രി. നക്ഷത്രങ്ങൾ ആകാശമതിലെമ്പാടും ഇടിഞ്ഞിലുകൾ പോലെ മിഴി തുറക്കാൻ തുടങ്ങും മുൻപേ കുറുപ്പിന്റെ പൂജാമുറിയിൽ 1000 കോടി സൂര്യപ്രഭയോടെ വിളക്കുകൾ തെളിഞ്ഞു. 5 തിരിയിട്ട നിലവിളക്കുകൾ, ഈർക്കിലിപ്പന്തങ്ങൾ 1001 ഒക്കെയും തെളിയുകയാണ്. പൂജാമുറി ഒരു സൂര്യമണ്ഡലം പോലെ വിളങ്ങുകയാണ്. ഭർത്താവ് വീണ്ടും ഹോമം തുടങ്ങാൻ പോകുന്നതറിഞ്ഞ് സരസ്വതി അമ്മ തേങ്ങി. പിന്നെ നിലവിളിച്ചു. എന്തോ ഒരാപത്ശങ്ക അവരെ അലട്ടിയിരിക്കുന്നു. ഇത് ആവശ്യമില്ലാത്തതാണെന്ന് മനസ്സ് പറയുന്നു. അരുതേ, ഇനി നമുക്ക് പൂജയും ഹോമവും ഒന്നും വേണ്ട. ആ മുറി അടയ്ക്കൂ. സരസ്വതി അമ്മയുടെ നിലവിളി സുഗതയല്ലാതെ മറ്റാരും കേട്ടില്ല. അവളും ഒപ്പം തേങ്ങി. മകളുടെ കയ്യിൽ അമർത്തിക്കൊണ്ടവർ യാചിച്ചു. നീ ചെന്ന് പറയൂ കുട്ടി, അച്ഛനോടൊന്നും ചെയ്യരുതെന്ന് പറ. സുഗത പൂജാമുറിയിലേക്ക് പോയില്ല. സരസ്വതിയുടെ നെഞ്ചിൻകൂട് വല്ലാതെ ഉയർന്നു താഴ്ന്നു. ശ്വാസം തൊണ്ടക്കുഴിയിൽ തടയുന്നത് പോലെ. ആവാമായിരുന്നെങ്കിൽ അവർ പൂജാമുറിയിലേക്ക് കുതിക്കുക തന്നെ ചെയ്യുമായിരുന്നു. പക്ഷേ മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തുന്നില്ല. ഇന്ന് പൂമുഖത്ത് നിലവിളക്ക് കൊളുത്തിയിട്ടില്ല. കുറുപ്പ് അത് മറന്നിരിക്കുന്നു. പൂമുഖത്തല്ലെങ്കിൽ എന്തിനൊരു വിളക്ക്? പൂജാമുറിയിൽ വെളിച്ച പ്രളയമല്ലേ? കുറുപ്പ് കയ്യിലെ ഇലക്കൊമ്പിളിൽ നിന്ന് ആദ്യത്തെ എണ്ണത്തുള്ളി ഹോമകുണ്ഠത്തിലേക്ക് വീഴ്ത്തുന്ന മുഹൂർത്തത്തിൽ സരസ്വതിയുടെ ശരീരം ശക്തിയായൊന്ന് ഞെട്ടിവിറച്ചു. തീക്കൊള്ളി കൊണ്ടൊരു കുത്തേറ്റതുപോലെ അവരുടെ മിഴികൾ മിഴിഞ്ഞു. സുഗതയുടെ മിഴികളിലുടക്കി അത് പിന്നെ നിശ്ചലമായി. സരസ്വതി അമ്മ മരിച്ചു. ഇഹലോകത്തിലെ എല്ലാ വേദനകളിൽ നിന്നും അവർ മുക്തയായിരിക്കുന്നു. സുഗത വാവിട്ട് നിലവിളിച്ചു. അമ്മ, അമ്മയും തന്നെ വിട്ടുപോയിരിക്കുന്നു. ഈ തറവാട്ടിൽ താൻ ഒറ്റപ്പെട്ടിരിക്കുന്നു. എന്റെ ഗുരുവായൂരപ്പ. ഹോമകുണ്ഠത്തിലെ അഗ്നി ആളിക്കത്താൻ തുടങ്ങിയിരിക്കുന്നു. സുഗതയുടെ നിലവിളി കുറുപ്പിന്റെ ചെവിയോരത്തിലും ചെന്നെത്തിയതാണ്. പക്ഷേ ശ്രദ്ധിച്ചില്ല, വകവെച്ചില്ല. മനസ്സ് ഏതു പരീക്ഷണങ്ങളുണ്ടായാലും മന്ത്രങ്ങളിൽ നിന്ന് വഴുതി മാറരുത്. കുറുപ്പ് മന്ത്രം ചൊല്ലലിൽ മുഴുകിക്കഴിഞ്ഞിരുന്നു. എന്തൊക്കെ പരീക്ഷണങ്ങളുണ്ടായാലും പ്രലോഭനങ്ങളുണ്ടായാലും തിരിഞ്ഞു നോക്കില്ലെന്നും ശ്രദ്ധയോടെ നേരിടുമെന്നും ശപഥം ചെയ്തുകൊണ്ടാണ് പൂജാമുറിയിലെ വിളക്ക് കൊളുത്തിയത്. ആകാശമേലാപ്പ് അപ്പാടെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണാലും താൻ ശപഥം നിറവേറ്റുക തന്നെ ചെയ്യും. കർമ്മങ്ങൾ മുഴുവിക്കും. മന്ത്രങ്ങളിൽ നിന്ന് മന്ത്രങ്ങളിലേക്ക്, കർമ്മങ്ങളിൽ നിന്ന് കർമ്മങ്ങളിലേക്ക്. ഓരോ മന്ത്രവും ഉദാത്തവും അനുദാത്തവും കഴിഞ്ഞ് ത്വരിതത്തിലെത്തി വിജയിക്കുകയാണ്. ഉപാസനാമൂർത്തികൾക്ക് തൃപ്തിയാകുവോളം മന്ത്രങ്ങൾ പൂർണ്ണമാണ്. ഇനി എല്ലാവരെയും ആഗതരാക്കണം. ആവശ്യം അപേക്ഷിക്കണം. അതിനുള്ള മന്ത്രങ്ങളിലേക്ക് കുറുപ്പ് കടക്കുന്നു. ഓരോ മൂർത്തികളെയും പേര് ചൊല്ലി വിളിച്ചു. പൂജാമുറിയിലെ പുകമറയ്ക്കുള്ളിൽ നിന്ന് അവ്യക്ത രൂപത്തിലും പിന്നെ അവരുടേതായ രൂപത്തിലും മൂർത്തികൾ പ്രത്യക്ഷരാവാൻ തുടങ്ങി. കുറുപ്പിന്റെ മനസ്സ് തെളിയുകയാണ്. നഷ്ടപ്പെട്ട ആഹ്ലാദം ഉൾത്തടങ്ങളിൽ പുനർജനിക്കുകയാണ്. ഏറെ ദിവസത്തെ ആശങ്കകൾ അസ്ഥാനത്തായിരിക്കുന്നു. വിജയം തന്നോടുകൂടി തന്നെ, തർക്കമില്ല. ഹോമകുണ്ഠത്തിലെ ധൂമവലയങ്ങൾ കറങ്ങിക്കറങ്ങി പീഠങ്ങളുടെ മുന്നിൽ വന്നു നിന്നു. ഘണ്ടാളി വന്നു, ഹംസാധിക വന്നു, ശ്രീദണ്ഡി വന്നു. പക്ഷേ അവരുടെ രൂപങ്ങൾ കണ്ട് കുറുപ്പ് ഭയക്കുക തന്നെ ചെയ്തു. വശ്യസൗന്ദര്യത്തോടെ മോഹിനികളെപ്പോലെയല്ലാതെ ഇന്നോളം ഇവരാരും തനിക്ക് പ്രത്യക്ഷരായിട്ടില്ല. തന്റെ ആഗ്രഹമനുസരിച്ചല്ലാതെ സ്വരൂപങ്ങൾ കൈക്കൊള്ളാറില്ല. പക്ഷേ ഇപ്പോൾ ബീഭത്സരൂപിണികളായി, കോപാകുലരായി തന്നെ ഉറ്റുനോക്കി നിൽക്കുകയാണവർ. മനസ്സ് പതറാതെ, മന്ത്രത്തിന്റെ ശീലുകൾ തെറ്റാതെ കുറുപ്പ് കണ്ണുകൾ ഹോമകുണ്ഠത്തിൽ അർപ്പിച്ച് ഏകാഗ്രനാകാൻ ശ്രമിച്ചു. മൂർത്തികളെ ഓരോരുത്തരായി കുറുപ്പ് പീഠത്തിലേക്ക് ക്ഷണിച്ചു.
ആരും ആ ക്ഷണമനുസരിച്ചില്ല. അപ്പോൾ കുറുപ്പ് ഭയാക്രാന്തമാക്കുന്ന മറ്റു ചിലരെ കൂടി കണ്ടു. വിളിക്കാത്ത ദുർമൂർത്തികളുടെയും ആഗമനം. ഊർധ്വഗ്രാഹി, രോദിനി, മുക്തകേശി. തീർന്നില്ല. പിന്നെയും പിന്നെയും പൂജാമുറിയിലെ ഓരോ അണുവിൽ നിന്നും അവർ രൂപം കൊള്ളാൻ തുടങ്ങി. ഫൾക്കാരി, ഭീഭണി, കാഗോളി, ഭീകരരൂപികളുടെ ഒരു ഘോഷയാത്ര തന്നെ. ചെന്നിണം വാർന്നൊഴുകുന്ന നീണ്ട നാവുകൾ, ക്രൂരദംഷ്ട്രകൾ, ചെങ്കനലുകൾ പോലെ മിഴികൾ. ഓരോ മുഖങ്ങളിലും ഭയം ഭാവിക്കാതെ കുറുപ്പ് മാറി മാറി ശ്രദ്ധിച്ചു. മുറിയുടെ ചുറ്റും അവർ നിറഞ്ഞു കഴിഞ്ഞിട്ടും കുറുപ്പ് പതറിയില്ല. ഭക്തിയോടെ, ഇഷ്ടമന്ത്രങ്ങളുടെ അകമ്പടിയോടെ പിന്നെയും അവരെ കുറുപ്പ് ക്ഷണിച്ചു. ആരും അത് കേട്ട ഭാവം പോലും നടിച്ചില്ല. കുറുപ്പിന്റെ കണ്ണുകൾ കുറുകി, കൂട്ടുപുരികങ്ങൾ വിറയാർന്നു. വിറയാർന്ന കൈകൾ കൊണ്ട് ഹോമകുണ്ഠത്തിലേക്ക് തിരുതെരെ എണ്ണ പകർന്നു. കൈ വിറച്ചത് ആരും അറിയില്ലെന്ന് കുറുപ്പ് കരുതി. പക്ഷേ അത് കണ്ട് കുറുപ്പിന്റെ ദുർമൂർത്തികൾ ഘോരഘോരം ചിരിച്ചു. അവറ്റകളുടെ കണ്ണിൽ നിന്ന് തീ ചിതറുന്നുണ്ടെന്ന് തോന്നി. എത്ര ക്ഷണിച്ചാലും അപേക്ഷിച്ചാലും അവർ വരില്ലെന്ന് തീർച്ചയായി. അവർ ആരെയോ ഭയക്കുന്നു, അല്ലെങ്കിൽ തന്നെ വെറുക്കുന്നു. ഇനി രക്ഷയില്ല. മന്ത്രങ്ങൾ ചൊല്ലി അവസാനിക്കാറാകുന്നു. കുറുപ്പ് ഹതാശനായി. മനസ്സിനാകെ വല്ലാത്തൊരു വിഭ്രമം. കോടിസൂര്യപ്രഭ ചിതറുന്ന ആ പൂജാമുറിയിൽ ഇരുട്ട് വന്ന് നിറയുകയാണെന്ന് അയാൾക്ക് തോന്നി. കണ്ണു തുറന്നാൽ കരാളരൂപങ്ങളുടെ ദംഷ്ട്രകളാണ് ആദ്യം കാണുക. തന്റെ നേരെ ചാടി വീഴാൻ തക്കം പാർത്തവർ നിൽക്കും പോലെ. കുറുപ്പിന്റെ മന്ത്രോച്ചാരണം പിഴച്ചു. ആ നാവിൽ നിന്ന് തെറ്റിയ മന്ത്രങ്ങളുടെ ശീലുകൾ അസ്പഷ്ടമായി പുറത്തണയാൻ തുടങ്ങി. കത്തിച്ചു പിടിച്ച ഒരു ഇർക്കിലി പന്തവുമായി കുറുപ്പ് ഇരുന്നിടത്തുനിന്ന് എണീറ്റു. അരുത്, ഉപദ്രവിക്കരുത്. അടിയൻ എന്ത് പ്രായച്ചിത്തവും ചെയ്തു കൊള്ളാം. കുറുപ്പ് നിലവിളിച്ചുകൊണ്ട് ഉപാസനാമൂർത്തികളോട് അപേക്ഷിച്ചു. അവരെ സാഷ്ടാംഗ പ്രണാമം ചെയ്തു. എട്ടുവീട്ടിൽ തറവാടിന്റെ പുറത്ത് ഒരു ചുഴലിക്കാറ്റ് അറഞ്ഞു തുള്ളി. എവിടെയൊക്കെയോ നായ്ക്കളുടെ നീണ്ട നീണ്ട ഓരിയിടലുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. തറവാട്ടിലെ പറമ്പിലെ വൃക്ഷശിഖരങ്ങൾ കോപാക്രാന്തരായി മുടിയഴിച്ചിട്ടാടി. ആ തറവാട്ടിൽ നിന്ന് ആരുടെയൊക്കെയോ നിലവിളി ഉയർന്നു. അത് ഭഗവതിപുരം ഗ്രാമമെങ്ങും പടർന്നു. കുറുപ്പിന്റെ സർപ്പക്കാട്ടിൽ നിന്നും അസംഖ്യം കടവാവലുകൾ ചിറകടിച്ച് പറന്നു. ദുർഗാക്ഷേത്രത്തിലെ ഊട്ടുപുരയിൽ വിഷ്ണു ഉറക്കം വരാതെ കിടക്കുകയായിരുന്നു. എട്ടുവീട്ടിൽ തറവാടിന്റെ ഭാഗത്തുനിന്ന് കേൾക്കുന്ന അട്ടഹാസങ്ങൾ വിഷ്ണുവും വ്യക്തമായി അറിഞ്ഞു. ഒടുവിൽ അതും സംഭവിച്ചു. അവൻ ആത്മഗതം ചെയ്തു. സാഷ്ടാംഗ പ്രണാമത്തിൽ നിന്ന് ചാടിപ്പിടഞ്ഞെണീറ്റ കുറുപ്പ് എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉച്ചത്തിൽ ചൊല്ലാൻ തുടങ്ങി. പിന്നെ മുറിയിലെ മൂർത്തികളെ പുലഭ്യം പറയാൻ ആരംഭിച്ചു. ആ പുലഭ്യം പറച്ചിലിന്റെ ഒടുക്കം കുറുപ്പ് പൊട്ടിച്ചിരിച്ചു. ആർ തട്ടഹസിച്ചു. ആ ചിരി ഒരു നടുക്കം മാത്രമായിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മാന്ത്രിക പാരമ്പര്യങ്ങളുടെ ഒരു പരമ്പര തന്നെ ജനിച്ചു വളർന്നൊടുങ്ങിയ എട്ടുവീട്ടിൽ തറവാട്ടിലെ അവസാനത്തെ കണ്ണിക്ക് ഭ്രാന്ത് പിടിച്ചു. പൂജാമുറിയിൽ നിന്ന് ഉറക്കെ ചിരിച്ചുകൊണ്ട് കുറുപ്പ് പുറത്തേക്കിറങ്ങി. പിന്നെ പടിപ്പുര കടന്ന് ആ ഇരുട്ടിൽ പുറത്തേക്ക് അയാൾ കുതിച്ചു. വിഷ്ണു ഒരു ദീർഘനിശ്വാസത്തോടെ ഓർത്തു. 3 മാസങ്ങൾ. വീണ്ടും ഒരു മടക്കയാത്രയ്ക്ക് സമയമായെന്ന് മനസ്സ് പറയുന്നു. ഇനി ഈ ഗ്രാമത്തിൽ താനെന്തിനു നിൽക്കണം? ദേവനാരായണൻ നമ്പൂതിരിയുടെ കുടുംബത്തിൽ താനൊരാൾ മാത്രം അവശേഷിച്ചു. എട്ടുവീട്ടിൽ തറവാട്ടിലും ഒരാൾ, സുഗത. വിഷ്ണുവിന്റെ മിഴികൾ സജലങ്ങളായി. വിഷ്ണു പുഴയോരത്തേക്കാണ് നടന്നത്. ഭഗവതിപുരം പുഴ പുലരിയുടെ കുളിരിൽ ഉറങ്ങുന്നു. പുഴയോരത്ത് വിഷ്ണു നിന്നു. മനസ്സിൽ ഗുരുവിനെയും ദുർഗാദേവിയെയും ധ്യാനിച്ച് കയ്യിലിരുന്ന യോഗദണ്ഡ് അവൻ പുഴയുടെ അഗാധതയിലേക്കെറിഞ്ഞു. ഓളങ്ങളില്ലാതെ പുഴയിൽ ഓളങ്ങളുണ്ടാക്കി ആ ദണ്ഡ് പുഴയിലേക്ക് ഒഴുകി. വിഷ്ണു വേഗം തിരിഞ്ഞു നടന്നു. വെറുമൊരു മനുഷ്യനായ വിഷ്ണു. അവന്റെ ചുണ്ടിൽ ഒരേയൊരു മന്ത്രം മാത്രം അപ്പോഴും ഉണ്ടായിരുന്നു. ഓം ദുർഗായ നമ. കഥ അവസാനിച്ചു. നിങ്ങൾക്ക് വേണ്ടി ഇതുവരെ വായിച്ചത് മിഥുൻ മോഹൻ. സപ്പോർട്ട് തരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാവരും ലൈക്ക്, കമന്റ്, ഷെയർ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ അമർത്തുക, ആളമർത്തുക. എല്ലാവർക്കും നന്മകൾ നിറഞ്ഞ ദിനം ആശംസിക്കുന്നു.